സ്തോത്രം. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് അകത്തോടല്ല വരുത്തേണ്ടത്, ഇത് വരുത്തിയേച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. നമ്മളെല്ലാം പ്രാർത്ഥനയ്ക്ക് അകത്തോടെ വരുത്താനിരിക്കുക. താവേ സ്തോത്രം. അമ്മായിമ്മയ്ക്കൊരു മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥനയ്ക്ക് അകത്തോടെ. അമ്മായിമ്മ മാനസാന്തരപ്പെട്ടേച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. പുതുതായിട്ട് വരുന്നവരുടെ കാര്യമല്ല പറഞ്ഞു. അവർ ചിലപ്പം വചനം കേൾക്കുമ്പോഴായിരിക്കും മാനസാന്തരം. പെന്തിക്കോസ് നേരത്തെ മുതലുള്ള ആൾക്കാരുടെ കാര്യം പറ. അപ്പം ഈ 6 ഗ്രൂപ്പുകാരും ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം. ഇത് വരുത്തിയിട്ടാണ് ഒടുവിൽ പറഞ്ഞത് കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. അപ്പോൾ ആദ്യം പൗലോസ് ഭാര്യമാരെ വിളിച്ചു. മോളെ, ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ, ഭാര്യമാരെ കർത്താവിൻ എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. ഇതൊക്കെ നമ്മൾ പകല് ചിന്തിച്ചതാ, നീ അപ്പം ആവർത്തിക്കുന്നില്ല. പകല് വരാത്തവർക്ക് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാം, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ ഒരു ചിന്ത വരും. ഇന്നിപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ 5:22 ഭാര്യമാരെ വിളിച്ചു നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം? ഭർത്താവിനെ ബഹുമാനിച്ചോണം. ഞാനെപ്പോഴും പറയും, കല്യാണ ശുശ്രൂഷക്കൊക്കെ അവസരം കിട്ടും പറയും. ഇപ്പം ഈ വെസ്റ്റേൺ കൾച്ചർ വന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ പേര് വിളിക്കുന്നവരുണ്ട്. ചില അങ്ങനെ ഉണ്ട്, പേര് വിളിക്കും, ഒരു മടിയില്ല. ഞാനും ഒരു ഹൗമയിൽ കുട്ടി പാസ്റ്ററും അവരുടെ പേര് ഞാനങ്ങ് മറന്നു, ഓട്ടോ ഓടിക്കുന്ന കുഞ്ഞോനച്ചാന്, ഞങ്ങളെല്ലാം കൂടെ ഒരു വീട്ടിലിരിക്കുമ്പം അവിടുത്തെ അമ്മാമ്മ അല്പം മിടിക്കുകയല്ല ബഹു മിടിക്കുക. ഞങ്ങൾ സിറ്റ് ഔട്ടിരിക്കുക. ആ വീട്ടിലെ അച്ചായനുമുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മാമ്മ അകത്തിൽ നിന്ന് വന്നു വെച്ചു, ബാബു ഇങ്ങോട്ടൊന്ന് വന്നെന്ന് പറഞ്ഞ അകത്തോട്ടങ്ങ് പോയി. അപ്പം ഞാൻ വെളിയിലോട്ട് നോക്കി, പണിക്കാർ വലിയൊരു അവിടെ തെങ്ങിന് തടം എടുക്കാനോ ഇല്ല. ഞാൻ അപ്പം ചുമയിലോട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പുള്ളിയെ വിളിച്ചാന്ന് പറഞ്ഞു. പുള്ളിയെ വിളിച്ച ഭർത്താവിനെ വിളിച്ചതാ, ബാബുവെന്ന് തീർത്താ വിളിച്ചത്. നമ്മളെന്നെ വായിച്ച അല്ലേ? അങ്ങനല്ലേ? ഈ നമ്മൾ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, ഇച്ചൻ പ്രയോഗമുണ്ട്. ചാക്കോച്ചൻ, തോമാച്ചൻ, കറിയാച്ചൻ, ലൂക്കാച്ചൻ. ഇച്ചൻ പ്രയോഗം ബഹുമാനമാണ്. അമ്മ പ്രയോഗമുണ്ട്, തങ്കമ്മ, ചിന്നമ്മ, അല്ലേ? അത് ബഹുമാന സൂചകമാണ്. ബാബുച്ച പറഞ്ഞാൽ പോരെ? അവർ തീർത്ത് ഒരു ശങ്കയും കൊണ്ട് ബാബുവേ ഇവിടുന്ന് വന്നതെന്ന് പറഞ്ഞു അകത്തോട്ട് പോയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ഇദ്ദേഹം അകത്തോട്ട് പോയി, ഭർത്താവ്. ഞാൻ വേറെ ദിവസം എടുത്ത് വെച്ച് ചാമ്പയിലോട്ട് പറഞ്ഞ് ഞാനും പോവാന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞ് ചായ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതോടെ കുടിച്ച് വെച്ച് പതുക്കെ വന്നാൽ മതി. അയ്യോ നമ്മൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞല്ലയോ വന്നേ? ഞാൻ പറഞ്ഞു വന്നാ അങ്ങനെ, പക്ഷേ ഞാൻ പോവാം. എന്നാ? ഞാൻ പറഞ്ഞു പച്ചമരത്തോട് ഇങ്ങനെ ആന്നേ, പച്ചമരത്തോട് അവർ തീർത്ത് ബാബുന്ന് വിളിച്ചാൽ ചാകത്തോട്ട് കയറിയേക്കുന്നത്. ഇനി തിരിച്ചിറങ്ങുമ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും, ചിലപ്പോൾ നിങ്ങൾ ഭർത്താവിനേക്കാളും 2 വയസ്സ് മൂത്തതായിരിക്കും, എന്നാലും പേര് വിളിക്കരുത്. മനസ്സിലായോ? കള്ളത്തരം പറഞ്ഞ കല്യാണമൊക്കെ നടത്തിയത് 2 വയസ്സിന് മൂത്തതായിരിക്കും. അത് 2 പേരോട് നടക്കുമ്പോഴും അറിയാം ആൾക്കാർക്ക്. എന്നാലും പേര് വിളിക്കരുത്. ഭർത്താവല്ലേ, ബഹുമാനിച്ചോണം. സ്തോത്രം. ഏത് സദസ്സിലും എവിടെയും അവനവൻ്റെ ഭർത്താവിനെ ബഹുമാനിച്ച് സംസാരിക്കാവൂ. ഭർത്താവ് കൊണ്ടും ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണമെന്ന ബലഹീന പാത്രമാണ്. അതുകൊണ്ടാണ് ആടിക്കൂട്ടുന്നതെല്ലാം ബഹുമാനം കൊടുക്കേണ്ടതൊന്നുമല്ല, എന്നാലും ബലഹീന പാത്രമാണ്. കറി ചിലപ്പോൾ ഉപ്പ് കൂടി അല്ലേ കുറഞ്ഞു, ചില ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുക. നാളെ അതും കിട്ടുകയില്ല. അങ്ങനത്തെ കാലമാണ് ഇപ്പം. സമത്വമല്ലേ അല്ലേ? സംവരണം 50%. അത് അപ്പാതി 50-50. അങ്ങനത്തെ ബിസ്ക്കറ്റും ഉണ്ട് 50 അല്ലേ ഭർത്താവിൻ്റെ. ഇപ്പം പിന്നെ പുതിയ നിയമം കൊണ്ട് കൊണ്ടുവന്നോന്ന് അറിയത്തില്ല. വീട്ടു ജോലി ചെയ്യുന്നതിന് ഭാര്യയ്ക്ക് ശമ്പളം കൂടെ കൊടുക്കാൻ തുടങ്ങിയെന്ന്. കൊടുക്കുന്നോ മേടിച്ച പെണ്ണുങ്ങൾ കാണുമായിരിക്കും. ഇല്ല, നിങ്ങൾ പേപ്പർ വായിച്ചില്ലേ? അയ്യോ, ഭർത്താവിനെയും അവനവൻ്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഒരനുഗ്രഹവും നന്മയാണ്. അതിനാ ശമ്പളം അല്ലേ? ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പെരുമാറി അദ്ദേഹത്തെ ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് വിധേയപ്പെട്ട് ദൈവം തരുന്ന കുഞ്ഞുങ്ങൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഈ സ്ത്രീകളെപ്പറ്റി പറയുന്നത് തന്നെ വീട്ടുകാര്യം നോക്കണമെന്ന്. അങ്ങനെ വീട്ടുകാര്യം വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടെന്ന് പറ. ഉണ്ട്. അത് നേരത്തെ പറയായിരുന്നു, എത്ര സമയം പോകുമായിരുന്നു. പൗലോസ് കൊടുത്തിരിക്കുന്നത്
7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണമെന്ന 7 കൂട്ടം കാര്യം. ഒന്ന് വായിച്ചേ, എവിടാന്നായിരിക്കും അല്ലയോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. അമ്മമാരെല്ലാം ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. പെൺപിള്ളേരും ശ്രദ്ധിച്ചോണം. അമ്മമാര് പെൺപിള്ളേരെ പഠിപ്പിക്കേണ്ട, ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരണം. പിന്നെ എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൻ. അല്ലല്ല, നന്നായിട്ട് വായിക്കണം മോളെ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധന്മാരും നന്നായിട്ട് വായിരേ. ഇതിൽ വൃദ്ധമാരും അങ്ങനെ തന്നെ. ചെറിയ കുത്തു മാറിയപ്പോ ആണിനെ പെണ്ണാക്കി, പെണ്ണിനെ ഒരു കുത്തു മതി ആണിനെ പെണ്ണാക്കാനും. വൃദ്ധമാരും 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വൃദ്ധന്മാർ. അപ്പം ഞാനിങ്ങനെ അത് അങ്ങോട്ട് മനസ്സിലാകാൻ 2-ാം അധ്യായത്തിന്റെ 1-ൽ അപ്പന്മാരുടെ കാര്യമായി പറയാൻ, ഭർത്താവ് അല്ലെ അപ്പൻ. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. വൃദ്ധമാരും അങ്ങനെ തന്നെ, അമ്മമാരുടെ കാര്യമാണ്. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും. അടുത്ത വാക്യം, ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാവരും കുനിഞ്ഞു കിടക്കാതെ ഇങ്ങോട്ട് നോക്കിക്കേ. ആ സഹോദരി വായിക്കും. ഇത് ഈ പുസ്തകത്തിലുള്ള കാര്യമാണ് വായിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നോക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാം അവിടെ കമന്ന് കിടന്നാൽ പിന്നെ ഞാൻ ആരോട് പറയാൻ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവത്തിന്റെ തിരുവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. അപ്പൊ മുകളിലത്തെ വാക്യത്തിൽ വൃദ്ധമാർ, താഴത്തെ വാക്യത്തിൽ പറ യൗവനക്കാരത്തികളെ. അപ്പൊ നമുക്ക് മനസ്സിലാകാൻ ഞാനിപ്പോ പെട്ടെന്ന് പറയാം, അമ്മമാര് പെൺപിള്ളേര് അങ്ങനെ അങ്ങോട്ട് പഠിക്കാൻ പോവുക. വൃദ്ധമാർ യൗവനക്കാരത്തികളെ. യൗവനക്കാരത്തികളെ വൈദ്യമോളെ. ഭർത്തൃപ്രിയമാരും ശ്രദ്ധിച്ചോണ്ട് 7 കൂട്ടം കാര്യമാ. ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ഇനി ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിച്ചെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിച്ചെടുക്കണം. അവർക്ക് ആ ശീലം കാണുകയില്ല. അപ്പം അമ്മമാർ വേണം അവരെ. അമ്മയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എപ്പോഴും പറയും, കാലം കൊടുക്കണം, നടുവിന് വേദനയുണ്ടോ? അപ്പം ശ്രദ്ധിച്ചേ, ഈ ഞാൻ അലോഗ്യം ഉണ്ടാക്കാനൊന്നും പറയുകയല്ല. പുള്ളി വന്നേ പിന്നെ കുടുംബത്തിൽ പ്രശ്നമാണ് പാസ്റ്റർ എന്ന് പറയരുത്. നല്ല വശത്തിലെടുക്കണം. ഈ അപ്പന്മാരെക്കായാലും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അതെ, അമ്മമാർ, സ്ത്രീകളാണ്. ഞങ്ങൾ പുരുഷന്മാർ കർത്താവിൻ്റെ വേലക്കാരാണെങ്കിൽ അധ്വാനിച്ച് കർത്താവ് തരുന്ന അനുസരിച്ച് വീട്ടുകാര്യം നടത്തും. മറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ച് സന്ധിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ തരും. പക്ഷേ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ ഭാവിക്കും അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തിന് ഏറ്റവും ഉതകുന്നതും ഒത്തിരി കഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അപ്പന്മാരെക്കാളും കൂടുതൽ പിള്ളേരെ വളർത്താൻ കഷ്ടപ്പെടുന്നത് കൊച്ചുങ്ങളാണെങ്കിലും കരഞ്ഞാൽ ഓടി അമ്മയുടെ അടുക്കലോട്ടാണ് ആദ്യം ചെല്ലുന്നത്. അപ്പം ഇട്ടേച്ചും ചെല്ലുന്ന ആരുടെ അടുക്കലോട്ടാണ്? അമ്മയുടെ അടുക്കലോട്ട്. വിശന്നാലും ആദ്യം ഓടി വരുന്നത് അമ്മയുടെ അടുക്കലോട്ട്. അപ്പം അമ്മയും മക്കളുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ എൻ്റെ എന്തുവാ മോളെ എന്തുവാ വേണോ? അപ്പം അമ്മയും മക്കളുമായിട്ടുള്ളൊരു ബന്ധം അത് വളരെ ആഴമേറിയ ബന്ധമാണ്. അത് കാശ് കൊടുത്താലൊന്നും കിട്ടുകയില്ല, കമ്പോളത്തിലും കിട്ടത്തില്ല, സർവകലാശാലയിൽ ചെന്ന് ചോദിച്ചാലും കിട്ടുകയില്ല. അമ്മയും മക്കളുമുള്ള ബന്ധം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക. എന്നേക്കാൾ അറിവും പരിജ്ഞാനവും പക്വതയും പാകതയും തന്നെയല്ല, എൻ്റെ ഭാഷ പറഞ്ഞ എന്നേക്കാൾ ഇരുത്തം വന്നവരായി ഇവർ രണ്ടുപേരും ജീവിതത്തിൽ
ഒത്തിരി അനുഭവ സമ്പത്തുള്ളവരാ. അപ്പച്ചനും അമ്മച്ചി ഉണ്ടോ? ഇല്ല. അച്ഛൻ്റെ അപ്പച്ചനും അമ്മച്ചി ഉണ്ടോ? ഇല്ല. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാം. നമ്മളെ ജനിപ്പിച്ച അപ്പനും നമ്മെ നൊന്ത് പ്രസവിച്ച് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് നമ്മുടെ പെറ്റതള്ളയും ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് അഗാധമായ ദുഃഖമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൻ മരിക്കുമ്പോൾ നമുക്ക് വേദനയാണ്. എൻ്റെ അപ്പച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞാൻ പറയുന്നത് അത്രയും പിടികിട്ടുകയില്ല. ഞങ്ങളുടെ വള്ളാങ്കടവിലെ സണ്ണിച്ചൻ പറയുമായിരുന്നു, തൂമ്പായിക്ക് മുല കൊടുത്ത എൻ്റെ അപ്പൻ എന്നെ വളർത്തിയെന്ന്. മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ കൈ നീളമുള്ള തൂമ്പ ഇങ്ങനെ ഇട്ട് കളയ്ക്കുമ്പോഴേ പിള്ളേരെ വളർത്തണ്ടേ. പകൽ കളച്ച് പൈസ തികയാതെ വരുമ്പോൾ രാത്രിയിൽ നിലാമട്ടത്ത് കളയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ കളയ്ക്കുമ്പം ഈ തൂമ്പാട് അറ്റം വന്ന് ഇവിടെ ഇടിക്കും. അതാ പുള്ളിയുടെ ഭാഷ. തൂമ്പായിക്ക് മുല കൊടുത്താൽ ഈ ഭാഗം കളയ്ക്കുമ്പം ഇങ്ങോട്ട് വന്നിട്ട് തൂമ്പായ്ക്കായി വന്ന് ഇടിക്കും. അങ്ങനെയാണ് നമ്മളെ വളർത്തിയത്. അങ്ങനെയുള്ള നമ്മുടെ പിതാവ് കടന്നു പോകുമ്പം ഹൃദയവേദനയുണ്ട്, ദുഃഖമുണ്ട്. ഹൃദയമുള്ളവർക്കേ ഉള്ളൂ കേട്ടോ. ഇല്ല, കുരങ്ങച്ചൻ പറഞ്ഞ പോലെ അയ്യോ ഞാൻ അത്തിമരത്തിൻ്റെ മേളിൽ വെച്ചേക്കുക, അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുകയല്ല. എന്നാൽ നമ്മുടെ അമ്മ മരിക്കുമ്പോഴും നമുക്ക് ദുഃഖമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുകയില്ലായിരിക്കും, എല്ലാവരുടെയും അനുഭവം അല്ലായിരിക്കും. എങ്കിലും എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാനങ്ങ് പറയുക, നിങ്ങൾ എങ്ങനെയും ഉൾക്കൊള്ളു. അപ്പനും അമ്മയും മരിക്കുമ്പോൾ നമുക്ക് അഗാധമായ ദുഃഖമാണ്. എന്നാലും അമ്മ മരിക്കുന്നതാണ് കുറച്ചുകൂടെ ദുഃഖം കൂടുതൽ. അപ്പം അപ്പനോട് ഇഷ്ടമില്ലെന്നല്ല, എന്നാലും അമ്മ കടന്നു പോകുമ്പം അല്ലേ, എന്നേക്കാൾ പ്രായവും പക്വതയുള്ളവരല്ലേ, അപ്പനോട് ഇഷ്ടക്കേടൊന്നുമല്ല. അമ്മ കടന്നു പോയപ്പം കുറച്ചുകൂടെ അമ്മ മരിക്കുമ്പോൾ കുറച്ചുകൂടെ ദുഃഖമാണ്. അമ്മയും മക്കളുമായിട്ടുള്ള ആ ബന്ധം അങ്ങനെ. ഒന്നെങ്കിൽ അവനിട്ടൊരു അടി കൊടുക്കണം, ഇല്ല ഒരു കിഴുക്ക് കൊടുക്കണം, ഇല്ല അവന് രാവിലെ എന്തായാലൊക്കെ വെച്ചെന്ന് പ്രാർത്ഥിച്ച് യാചിച്ചത് അമരികയില്ല. ഇപ്പം പിള്ളേരിലൊക്കെ ഭൂതം കയറും. കുട്ടിപ്പിശാശുണ്ട്, വലിയ വിശാശമുണ്ട്. അത് വലിയ വരെ കയറുന്നതാ. അത് കമ്മിറ്റിയുടെ സമയത്തൊക്കെയാണ് കയറുള്ളൂ. വലിയ വിശാശ ഇതൊക്കെ ചെറിയതാണ്. എന്നാലും ഒരു നീർക്കോലി കടിച്ചാൽ മതി അത്താഴം. പിന്നെ അവിടെയും തുടങ്ങി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, അമ്മ മരിക്കുമ്പോൾ കുറച്ചുകൂടെ ദുഃഖമാണ്. അതിന് എൻ്റെ വല്യമ്മച്ചി പറയും. ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ അമ്മയുണ്ട് കേട്ടോ. 103 വയസ്സ് കഴിഞ്ഞ് 104ാമത്തെ വയസ്സിലോട്ടാണ്. 104 വയസ്സ്. നിങ്ങൾ ഓർക്കുന്ന തള്ളയുടെ കണ്ട് തളർന്ന് കിടക്കുകയാണ്. മിറ്റ പഠിക്കുന്ന നാൾ ഞാൻ ഞാനപ്പം 104. ഇവിടെ 24 പോലും ഇല്ല. ഇന്ന് വരെ ജോലെടുത്തിട്ടുമില്ല. മിറ്റവും പരിസരമായിട്ട്. ഓ, ഇനി ആരെങ്കിലും ഒന്ന് വിളിക്കണം മിറ്റമല്ല ഒന്ന്. അപ്പോൾ ഈ വല്യമ്മച്ചി ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞു തരും, എൻ്റെ വല്യമ്മച്ചി. അപ്പോൾ എന്നോട് പറഞ്ഞ മോനെ, ഈ അമ്മയും മക്കളുമായിട്ടൊരു വലിയ ബന്ധമാണ്. അത് കുഴപ്പമല്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊക്കിൾക്കുടിയായിട്ടൊരു ബന്ധമുണ്ട്. അതാ അത്ര ഹൃദയവേദന വരുന്നത്. പൊക്കിൾക്കുടിയായിട്ട് അത് കാശ് കൊടുത്താലൊന്നും കമ്പോളത്തിൽ കിട്ടുന്നതല്ല. ഞാനൊരു ദൃഷ്ടാന്തം കൊണ്ട് പറയാം. എല്ലാവർക്കും ചിലപ്പം ഒക്കെ അറിയത്തില്ലായിരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തോ അനർത്ഥമോ ഒരു രോഗമോ ഒരു കെടുതിയോ ഒരു പ്രശ്നമോ ഒക്കെ സംഭവിച്ചെങ്കിലല്ലേ സംഭവിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്കത് ആദ്യം ബോധ്യപ്പെടും. അമ്മമാർക്ക് അതെ, അയ്യോ എൻ്റെ കുഞ്ഞിന് എന്തോ പ്രയാസമുണ്ടെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന. രാവിലെ മുതൽ തന്നെ ഞാൻ സാങ്കുട്ടീനെ അങ്ങ് ഓർക്കുക, എന്തോ എനിക്കങ്ങ് എൻ്റെ ഹൃദയം പൊടിയുന്നു. അമ്മയ്ക്ക് ബോധ്യപ്പെടും. അപ്പന്മാർ സാങ്കുട്ടി മിണ്ടായിരിക്കും. ഇന്നലെ അവനെ വിളിച്ചതാ. അപ്പം സാങ്കുട്ടി ഇല്ല, നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചേ. അവൻ ഇന്നലെ രാത്രി 12:30 വിളിച്ചതാ. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കണ്ടേ, എനിക്ക് രാവിലെ മുതൽ സ്വസ്ഥത കിടുന്നു, വിളിച്ചേ. ഉടനെ അപ്പൻ സാങ്കുട്ടിക്ക് ഫോൺ ചെയ്ത് ഖത്തറില്ല. ഉടനെ സാങ്കുട്ടിയുടെ ഭാര്യ എടുത്തു. അയ്യോ പപ്പ, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. എന്നാ പറ്റി മോളെ? ഇന്നലെ മമ്മിയോട് ഫോൺ ചെയ്ത്, നിങ്ങളോട് സാങ്കുട്ടി ഞാൻ ഫോൺ ചെയ്ത് ഒരു 2 മണിയായപ്പം നെഞ്ചിനകത്തൊരു പെയിന്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നു. കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്തേച്ച് പോകാൻ ഡോക്ടർ പറഞ്ഞു. ഉണ്ടോ? ഇതാദ്യം ബോധ്യപ്പെട്ടത് ആർക്കാ? പറ. അമ്മ പ്രവാചകയായിട്ടൊന്നുമല്ല. അയ്യോ അമ്മ, ഞങ്ങളുടെ അമ്മ കലയവരും അന്നമ്മ കൊച്ചമ്മയല്ലേ, കാനലീലാമ്മയാ, 14 വാഴുത്തങ്കമ്മാമ്മയാ കേട്ടോ.
ഒരു പ്രവചനവും വേണ്ട, അമ്മയ്ക്ക് ബോധ്യപ്പെടും ഇത്. ഈ പൊക്കിൾക്കൊടിയായിട്ടൊരു ബന്ധമുണ്ട്. അമ്മയുടെ ഡെഡ് ബോഡി വീട്ടിൽ നിന്ന് എടുക്കുമ്പം അയ്യോ നമുക്ക് ചിലക്ക് താങ്ങാനൊക്കത്തില്ല അല്ലേ? അതാ ബന്ധം. അത് കാശ് കൊടുത്താലൊന്നും കിട്ടുന്നതല്ല കേട്ടോ. അതെ, അപ്പം അതുകൊണ്ട് പിള്ളേരുടെ വളർച്ചയ്ക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നതും ബന്ധപ്പെടുന്നതും അമ്മയാ തന്നെയല്ലേ? പിള്ളേരാന്നല്ലേ അമ്മയോടല്ലേ കാര്യം ചെന്ന് പറയാനേ? അമ്മ പപ്പാട് പറയാം എനിക്ക് 100 രൂപ. അമ്മ പറയാം നിൻ്റെ അപ്പനില്ലയോ, നിനക്ക് അങ്ങോട്ട് അപ്പൻ നീ അങ്ങോട്ട് ചെന്ന് പറ, നിൻ്റെ അപ്പനില്ലയോ, നിനക്ക് ധൈര്യത്തോടെ പറ. അതൊക്കെ ചെന്ന് പറ. അവൻ അടുക്കളയിൽ ചെന്ന് അമ്മേനെ ചാട്ടം കയറ്റി. അപ്പോൾ അമ്മ പിന്നെ ഒരു കാപ്പിയും കൂടി എടുത്തുകൊണ്ട് വരിക. ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമുള്ളതല്ല. അപ്പം പോകാനൊരുങ്ങി നിൽക്കുക. എന്നാൽ ഒരു കാപ്പി മുമ്പേ തന്നായിരുന്നു, ഇതിവിടെ കുടിച്ചു. ഞാൻ അതിനകത്ത് ബോൺമിറ്റ കലക്കിയിട്ടുണ്ടെന്ന്, ക്ഷീണമുണ്ട്, അത് കുടിച്ചു. അതങ്ങോട്ട് കൊടുത്തപ്പോൾ എന്തോ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ അത് അമ്മയുടെ ആടാ. എന്തുവാ അടി? എന്നെ തന്നോ പൊടിയോ? അതാണ്ട്. പിന്നെ നിങ്ങൾ സാങ്കുട്ടിക്ക് ഒരു 100 രൂപ കൊടുക്കണം കേട്ടോ. അതിനെന്താ ഇത് പറയാനായി കാപ്പി ബോൺമിറ്റായിട്ട് ഉടനെ അപ്പം ചോദിച്ചു അവന് എന്തിനാ കാശ്? അവന് കാശ് പിന്നെ അങ്ങോട്ട് കൊടുക്കും. കോളേജ് പഠിക്കുന്നവനെ ചിലപ്പോൾ ഒരു മുട്ടായി മേടിക്കാനോ. നീ ഇവനെ അവനെന്നാലും കാശുമായിട്ട് ബുള്ളറ്റൊക്കെ കയറി സാങ്കുട്ടി. അപ്പോൾ ഈ അമ്മയായിട്ടുള്ള ബന്ധം അത് വലിയ ബന്ധമാണ്. അതൊന്നും മറന്നിച്ചാലൊന്നും തീരുന്നതല്ല, അതിനെപ്പറ്റി എഴുതിയാലൊന്നും അത് നന്നായിട്ട് അനുഭവത്തിൻ്റെ പാഠത്തിലാണ് മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാനെപ്പോഴും തന്നെയല്ല, പിള്ളേർ അമ്മയല്ലേ അടുക്കയിട്ട് കിടക്കുന്നേ അല്ലേ? അമ്മയുടെ ഒക്കത്ത് ചൂട് പറ്റി തൻ്റെ അമ്മയെന്നല്ലേ എല്ലാം പഠിക്കുന്നേ. 4-5 വർഷം കഴിഞ്ഞല്ലേ കൊണ്ട് സ്കൂളിൽ. ഇപ്പം പിന്നെ വേറെ സ്കൂളുണ്ടല്ലോ കൊച്ചു പിള്ളേർക്ക്. എന്തുവാ 2.5 വയസ്സാകാൻ തള്ള നോക്കിയിരിക്കുക, അങ്ങനെയല്ലേ അവിടോട്ട് കൊണ്ടിടാൻ. അമ്മയെന്നാണ് എല്ലാം പഠിക്കുന്നത്. ആദ്യാക്ഷരം പഠിക്കുന്നതും അമ്മയെന്നാണ്. അമ്മയുടെ കൈത്തണ്ട കിടന്ന് മുലപ്പാൽ കുടിക്കുകയല്ലേ? അമ്മയുടെ കൈത്തണ്ട കിടന്ന മുലപ്പാൽ കുടിക്കുന്നത്. ഇപ്പോഴത്തെ മിക്ക പെണ്ണുങ്ങളും അതൊന്നും താല്പര്യമില്ല. കൊച്ചുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാത്ത പെണ്ണുങ്ങളുണ്ട്. സൗന്ദര്യം പോവും. ഇപ്പം പിന്നെ ഇന്നലെ പേപ്പറിൽ കണ്ട് പിന്നെ അതിനും കമ്പനി തുടങ്ങുന്ന എന്തുവാ കമ്പനി അല്ലല്ലോ മുലപ്പാലിന് പേപ്പറൊന്നും ഇവിടെ വരുത്തുന്നില്ലേ? ഇയോടെ ഈ ബ്ലഡ് ബാങ്ക് പോലെ മുലപ്പാലിനും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാ. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഇല്ല, കാലം വല്ലാത്തതാണ്. പക്ഷെ അമ്മയുടെ കൈത്തണ്ടി കിടന്ന് കുഞ്ഞു മുലപ്പാൽ നുകർന്ന് കുടിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളിങ്ങനെ മുലപ്പാൽ നുകർന്ന് കുടിച്ച് ഒന്ന് വലിച്ചു കുടിച്ചു പിന്നെ പിടിവിട്ടിട്ട് അമ്മേനെ നോക്കി ചിരിക്കും. അന്നേരം അമ്മ കുഞ്ഞിനെ നോക്കി അമ്മയെന്നാ പഠിക്കുന്നത്. അമ്മയാ പറഞ്ഞു കൊടുക്കുന്നത് അമ്മ. ഇപ്പം മമ്മി ഉമ്മി. പണ്ടങ്ങനല്ല, അമ്മ. നമ്മുടെ കേരളത്തിലെ കൾച്ചർ വെച്ചാൽ ഞാനീ പറഞ്ഞത് കേട്ടോ. അമ്മ ആ വാക്കിനൊക്കെ എന്ത് ബലയാണെന്നറിയാവോ? അടുത്തത് അച്ഛൻ. അമ്മയാ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അച്ഛൻ. അമ്മയെന്നാണ് എല്ലാം പഠിക്കുന്നത്. ഏറ്റവും പഠിത്തം നടക്കുന്നത് വീട്ടിലാണ്, കോളേജിലല്ല, വീട്ടിലാണ് പഠിത്തം. അപ്പം അമ്മയിൽ നിന്നെല്ലാം പഠിക്കുക. അമ്മയാണ് പഠിപ്പിക്കുന്നത്. അതെ, ഞാൻ എങ്ങനെ പോയാൽ അങ്ങനെ അങ്ങ് പോകും. നിങ്ങൾ ചിലപ്പം കേട്ടിരുന്നെന്നും വരും. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും പുള്ളി വചനത്തിൽ നിന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് ബലപ്പെടാൻ നമ്മളൊന്നും കടന്ന് തുള്ളുകല്ലോ, ഇന്ന് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. ശാന്തമായിട്ടിരുന്ന് ഗുണദോഷമൊക്കെ പറയാമെന്ന് ഓർത്ത്. കാരണം ഇത്രയും പേരെ കോവിഡിന് കൈ കിട്ടിയതല്ലേ. അതാ സ്തോത്രം. ഇത് പഠിക്കണം. ഇത് വേറെ ചെന്നാൽ കിട്ടുകയല്ല. പഠിക്കണം, അമ്മയെന്ന് പഠിക്കണം. അങ്ങനെയുള്ള അമ്മ പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. അതാണ് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വായിച്ചത്. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായി ഇതിന്റെ തിരുവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാര്യത്തുകളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും പിന്നെ സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കണം. പക്ഷേ മയക്കില്ലേ കൈ വെച്ചോണ്ടിരിക്കുന്നത്
ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടത്. സങ്കടത്തോടെ വായിക്കുന്നേ, നന്നായിട്ട് വായിക്കും. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടത്. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഇത് ഞാൻ അടുക്കിടക്കായിട്ട് പറയാൻ തുടങ്ങിയാൽ എപ്പിസോഡിലേക്ക് വരാൻ ഒക്കത്തില്ല. കാരണം ഇതിൽ തന്നെ ഒത്തിരി കാര്യം പറയാൻ. പണ്ട് ഞങ്ങൾ ഗൾഫ് യോഗം നടത്തിയപ്പം പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ന്റെ 1 വായിച്ചു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും നേർക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. അപ്പോൾ ഒരു പാസ്റ്റർ 3 ദിവസമായിട്ട് ഈ വാക്യത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ അമ്മാമ്മ 3-ാം ദിവസം പറഞ്ഞു, പാസ്റ്റർക്ക് വേറെ വാക്യമൊന്നും അറിയത്തില്ലേ, ഇത് 3 ദിവസമായിട്ട്. അപ്പം പാസ്റ്റർ എടുക്കാനാ അമ്മാമ്മ ആദ്യം വ്യാജഭാവം നിർത്തി കഴിയുമ്പോൾ നമുക്ക് വേറെ വാക്യം അത് ഇതെന്ന് കേട്ട് ഗുണപ്പെടുക. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, എന്നിട്ട് നമുക്ക് വേറെ വാക്യത്തിലോട്ട് നമ്മൾ വാക്യമെല്ലാം കൂടെ വായിച്ചോ. വ്യത്യാസം വരുന്നില്ലല്ലോ. ഒത്തിരി വാക്യം വായിക്കുന്നത് ഒത്തിരി നേരെ ഇരിക്കുന്നതല്ല, കേൾക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. സ്തോത്രം. അപ്പോൾ അമ്മമാർ പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഓടിച്ചെന്ന് പറഞ്ഞ ആ ഭാഗം വിടാം. 1, ഭർത്തൃപ്രിയരാകാൻ ശീലിപ്പിക്കണം. അങ്ങനല്ലേ മോളെ? ഭർത്തൃപ്രിയമാരായിരിക്കണം. ഭർത്താവിനോട് പ്രിയമുള്ള പെൺകുട്ടികളാകാൻ, ഭാര്യയാകാൻ അമ്മ മകളെ ശീലിപ്പിക്കണം. അതാ ഞാൻ പകൽ പറഞ്ഞ് ഭർത്താവിൻ്റെ കുറ്റം പറയുമ്പോൾ അന്നേരം നിർത്തിക്കണം. അമ്മ റെഡി, അന്നേരം നിർത്തുക. അവിടത്തേക്ക് ഇവിടെ വന്നോളം വരുത്. അമ്മ ശീലിപ്പിക്കണം. അമ്മയെ അങ്ങനെ ആയിരിക്കണം, ഭർത്തപ്രിയ ആയിരിക്കണം. അമ്മ അല്പം വിടവ് കിട്ടി അങ്ങേരെ പള്ളു പറയുക, ഞാൻ നിങ്ങളെ ഓർത്താ ഞാൻ കടുകയൊന്നും ചെയ്യാൻ. സ്തോത്രം. ഭർത്തപ്രിയരായിരിക്കണം. 1, ഭർത്തൃപ്രിയരും. 2, പുത്രപ്രിയമാരായിരിക്കണം. മക്കളോട് പ്രിയമുണ്ടായിരിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, പിള്ളേരെ വേറുകൃത്യത്തോടെ ഇടപെടരുത്. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളാ, 1, 2, 3, 4, 5. ഇപ്പോൾ അങ്ങനെ 5 പറയാനൊക്കാത്ത കാലമാണ്. ഒരു 50 കൊല്ലം മുമ്പേ നമുക്ക് വല്ലാത്ത കാലമാണ്. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളാ. മക്കളെ ഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. ഇതൊരു അവകാശമാണ്, കുഞ്ഞുങ്ങളൊരു അവകാശമാണ്. അപ്പോൾ ആ ദൈവം നമുക്ക് തരുന്ന 2, 3, 4 കുഞ്ഞുങ്ങളെ, അല്ലെ എത്ര ആയിക്കോട്ടെ, ആ കുഞ്ഞുങ്ങളോട് വേറുകൃത്യം പാടില്ല. നിറമുള്ള കൊച്ചുങ്ങൾ കാണും, നിറവില്ലാത്തത് കാണും, കഴിവുള്ളത് കാണും, കഴിവില്ലാത്തത് കാണും. സാമർത്ഥ്യം കൂടുതലുള്ള പിള്ളേർ കാണും, സാമർത്ഥ്യം കുറഞ്ഞ പിള്ളേർ കാണും. സൗന്ദര്യം കൂടിയ കുഞ്ഞ് കാണും, സൗന്ദര്യം കുറഞ്ഞ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കാണും. വേറുകൃത്യം പാടില്ല. വേറുകൃത്യം ഗോത്രപിതാവ് ആ കാര്യമൊക്കെ ശരിയാ, പക്ഷേ പുള്ളി ഒരു ചെറിയ വേറുകൃത്യം കാണിച്ചു. ഒരു പ്രത്യേക അങ്കി കൊണ്ട് യോസേഫിന് കൊടുത്ത് മറ്റേ അവതങ്ങളെല്ലാം നോക്കി നിൽക്കുക. അന്നേരോ കുടുംബത്തിനകത്ത് കണ്ണുകടി തുടങ്ങി അല്ലേ? പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ 3 പേരുണ്ട്, 3 പേർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ആർക്ക് കൊടുക്കണ്ട? കുഞ്ഞുങ്ങളല്ലേ? സ്തോത്രം. വേറുകൃത്യം കാണിക്കരുത്. ഇനി പ്രായമാകുമ്പോഴും കൃത്യമായിരിക്കണം. വസ്തു ഭാഗോടും പിടി ചെയ്യുമ്പം കൃത്യമായിരിക്കണം. ഇല്ലേ പരിവക്കേടാകും. മരുമോൻ ചോദിക്കാൻ എന്തോ അടി നിനക്ക് മാത്രം ഇത്ര തന്നത്, പോയി കാര്യം പറയാൻ പറയും. എല്ലാ മരുമക്കളും പറയത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വേണമെന്ന് പിടുങ്ങാണ്ടിരിക്കുന്ന ആൾക്കാർ കൃത്യമായിരിക്കണം. ഇനി വീതം വെക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. 2 മക്കളും അപ്പനും അമ്മയാന്ന് വെച്ചു, വീതം വെക്കുമ്പം 3ആയിട്ട് വെച്ചോണം. മക്കൾക്ക് ഓരോരുത്തർക്ക് ഓരോ വീതം, ഒരു വീതം അപ്പനും അമ്മയ്ക്കും, അങ്ങനെ ഭാഗോടുമ്പോഴും ചെയ്യാവുള്ളൂ. 2 വീതം വെച്ച് കഴിഞ്ഞാൽ 2 നിന്നെ ഇറക്കി വിടും. നിങ്ങൾ അപ്പനും അമ്മയും പിന്നെ കയ്യെ പിടിച്ചോണ്ട് ഇതിലെല്ലാം കറങ്ങി നടക്കേണ്ടി വരും. ചെടുത്തിയുടെ വീട്ടിൽ പോയി ഒരാഴ്ച, വകയിലെ ഒരു അമ്മാമ്മയുടെ വീട്ടിൽ പോയി 2 ആഴ്ച. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? കുടുംബകലകം ഉണ്ടാക്കാൻ വന്നതല്ല, കുടുംബകലകം വരാതിരിക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഭാഗോടുമ്പോഴും ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്വന്തം മകനാ, സ്വന്തം മകളാ, അമ്മ എനിക്ക് പൊന്നാന്നൊക്കെ വന്ന് ഉമ്മയൊക്കെ തരും. അത് ആധാരം എഴുതി കൊടുക്കാൻ വേണ്ടിയാ, ഇവൻ്റെ വെള്ളത്തിലാ. അവളെ ചാട്ട കയറ്റി വിടുന്നതാ. നമ്മളിന്ന് പറഞ്ഞു ഒരുമ കൊടുക്കുന്ന നമ്മുടെ കല്ലേ ഉള്ളൂ, കൊടുക്കാറ് ചെയ്യരുത്. അത് നിയമപാലകരുണ്ട്, വെണ്ടറുണ്ട്, നല്ല കോള് കൊള്ളിച്ചെടുക്കുന്ന വെണ്ടർമാരുണ്ട്. വട്ട് പിടിച്ചവൻ്റെ ചെല്ലരുത്. നിയമങ്ങൾ അറിയാവുന്നവരുണ്ട്. അവിടെയൊക്കെ ചെന്ന് 50 സെൻറ്റ്, ഞാൻ ഉദാഹരണമായി പറയുന്നത് 50 സെൻറ്റ് സ്ഥലം ആട്ടെ, 20 സെൻറ്റ് ജോയിക്കുട്ടിക്ക് മോൻ, 20 സെൻറ്റ് സൂസമ്മയ്ക്ക് മകള്. അപ്പോൾ 20 എത്രയാണ്? 50 40 പോയ പിന്നെ എത്രയുണ്ട് മരിക്കുന്നത്? പോയിട്ട് 10 സെൻറ്റ്.
ആ 10 സെന്റും വീടും അപ്പൻ്റെ അമ്മയുടെയും പേർക്കെടുക്കണം. കാലശേഷം ഞങ്ങളെ നോക്കുന്നവർക്ക്, ഇങ്ങനെ നോക്കുന്ന കാര്യമല്ല, അതുകൂടെ എഴുതിയേക്കണം. മെൻറ്ററിനോട് പറയണം. രാവിലെ ഒന്ന് ഗേറ്റിങ് വന്നാൽ ചപ്പനെ അമ്മയെ നോക്കി വെച്ച് ചത്ത കഴിയുമ്പോൾ നോക്കുന്നവർക്ക് കൊടുക്കണം എന്നാണ് ഇതിനകത്ത് എഴുതി. വല്ലാത്ത കാലം, അതുകൊണ്ടാണ് ഇതൊക്കെ ഓപ്പണായിട്ട് പറയുന്നത്. പഴമക്കാർ പറയും വെളുത്തതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല, വെളുത്തതെല്ലാം പാലല്ല. മക്കളാണേലും വളരെ സൂക്ഷിച്ചിടപെട്ടോണം. ചില മക്കൾ ഞാൻ അമ്മയോട് പറയാം, അമ്മ ഇതിലൂടെ നോക്കിയിട്ട് ലോണ് പാസ്സാകണം, അത് മൊത്തം എഴുതി തന്നാലേ അങ്ങനത്തെ പാസ് വേണ്ട. ലോണ് മെല്ലെ എഴുതി കൊടുത്താൽ ഇപ്പം അമ്മ ഇരിക്കുന്നത്. ദൈവമേ, എൻ്റെ പാസ് ഒരു 2 വർഷം മുമ്പ് വരികയായിരുന്നു എനിക്ക് ഈ ചതിവ്. സ്തോത്രം. അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. വല്ലാത്ത കാലം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. സ്തോത്രം. ആട്ടെ, അപ്പം അമ്മമാരെ പിള്ളേരെ ഇത് ശീലിപ്പിക്കണം. 1 ഭർത്തൃപ്രിയരും 2 പുത്രപ്രിയരും 3 വായുരുഞ്ഞ് സുബോധവും. അത് അത്യാവശ്യമാണ്. സുബോധം അത്യാവശ്യമാണ്. കാരണം ഒരെണ്ണത്തിനും സുബോധമില്ല. പെന്തിക്കോസിലാന്നേലും സുബോധമില്ലാത്തവരുണ്ട്. സുബോധമില്ലാത്ത ആർക്കാണ് അധ്യായത്തിൽ തന്നെ ഉണ്ട്. 2-1 വായിച്ച ആർക്കൊക്കെയാണ് സുബോധമില്ലാത്ത? വായിര് 2-1 സുബോധവും. സുബോധത്തോടെ വായിയോ. പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കും. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധം. അപ്പൊ വൃദ്ധന്മാർക്ക് സുബോധം വേണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അപ്പന് സുബോധമില്ല. ആർക്കൊക്കെ സുബോധമില്ലെന്ന്? അപ്പന് സുബോധം ഇല്ല. ഉടനെ അമ്മ പറയാ, പാസ്റ്റർ കുറച്ചുകൂടെ അത് പറഞ്ഞു കൊടുക്കുക, അങ്ങേർക്ക് ഈടെയായിട്ട് ഒരു സുബോധവും എനിക്കും തോന്നുന്നുണ്ട്. സുബോധമില്ല, അങ്ങേർക്ക് സുബോധമില്ല. ഈ പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റത്തില്ല. അതാരമാണ് 3-ാമത്തെ വാക്യം വായിച്ചേ? വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമ. വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പൊ അമ്മയ്ക്കും സുബോധമില്ല, അപ്പന് സുബോധമില്ല, അമ്മയ്ക്കും. കണ്ടോ ആർക്കൊക്കെ സുബോധമില്ലാത്ത? അപ്പനും അമ്മയ്ക്കും. അന്നേരം മരുമക്കൾ പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ 2-നെയും കൊണ്ട് ഞങ്ങൾ 2-നും ഒരു സുബോധമില്ല. അന്നേരം പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റത്തില്ല. 4-ാം വാക്യം മുതൽ വായിച്ചേ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും. അപ്പൊ യൗവനക്കാരത്തിക്കും സുബോധം. കണ്ടോ ആർക്കൊക്കെ ഇല്ലാത്തതെന്ന്? അപ്പന് സുബോധമില്ല. അന്നേരം അമ്മ പറഞ്ഞ് അങ്ങേർക്ക് ഈയിടെയായിട്ടൊട്ടും. അപ്പോൾ അടുത്ത വാക്യത്തെ അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞു. അന്നേരം മരുമക്കൾ പറഞ്ഞ് 2-നും ഈയിടെയായിട്ട് സുബോധമില്ല. അപ്പോൾ പരിശുദ്ധാൻ പറഞ്ഞ് യൗവനക്കാരത്തിക്കും. അന്നേരം ആമ്പിള്ളേർ പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ ഇതിനെ 3-നെയും കൊണ്ട് ഞാൻ കടന്ന് 6-ാം വാക്യമായിരുന്നു. യൗവനക്കാരെയും സുബോധവും. അപ്പൊ യൗവനക്കാരന് സുബോധമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരെണ്ണത്തിന് അപ്പന് സുബോധമില്ല, അമ്മയ്ക്ക് സുബോധമില്ല, മരുമകൾക്കും സുബോധമില്ല, മകനും ഓരോരുത്തർക്കും. ഇപ്പൊ നിങ്ങളുടെ എന്താ പാസ്റ്റർമാർക്ക് സുബോധം ഉണ്ടോ എന്നാണോ? വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 12:11. അപ്പോസ്തല പ്രവൃത്തി 12:11 വായിര്. എവിടെ പോവാ അവിടെ ഇടാ. പത്രോസിന് സുബോധം വന്നു. നന്നായിട്ട് വായിക്കും കൊച്ചേ. പത്രോസിന് വന്നോട്ടെ, എന്നാലും നന്നായിട്ട് വായിക്ക്. പത്രോസിന് അല്ലല്ല, നന്നായിട്ട് വായിക്ക്. പത്രോസിന് സുബോധം വന്നിട്ട് അതിന് മേലത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചേ. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ട് പോയി. അടുത്ത വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട്. സഭയുടെ പോപ്പാ, പുള്ളിക്കും ബോധമില്ല. അങ്ങനല്ലേ? പത്രോസിന് സഭയുടെ പോപ്പാ, അങ്ങേർക്കും സുബോധം. ഇപ്പോഴാ പുള്ളിക്ക് സുബോധം. അപ്പൊ ഇതിനു മുമ്പ് സുബോധമില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? പത്രോസിന് സുബോധം വന്നു. അപ്പം അതിൻ്റെ അർത്ഥം അതിന് മുകളിലത്തെ വാക്യം പഠിക്കും. അന്നേരം ഒന്നും പുള്ളിക്ക് വലിയ. അപ്പോൾ ഉപദേശിക്കും ഇപ്പം സുബോധം. പിന്നെ ആർക്കാ സുബോധമുള്ളത്? അതുകൊണ്ട് ഞാനും നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സുബോധമുള്ളവരായിരിക്കണം. തീത്തോസിൻ്റെ ലേഖനം 2:11 മുതൽ വായിച്ചേ മോളെ. 2:11 മുതൽ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ സുബോധത്തോടെ ജീവിച്ചോണം. നീ ഒരു ദൈവ പൈതലാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം.
അത് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമല്ല, ചന്തയിൽ ചെല്ലുമ്പോഴും, സ്കൂളിൽ ചെല്ലുമ്പോഴും, കോളേജിൽ ചെല്ലുമ്പോഴും, ബിസിനസ് രംഗങ്ങളിലും, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും, ഓഫീസിൽ ഇരിക്കുമ്പോഴെല്ലാം സുബോധം ഉണ്ടായിരിക്കണം. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യൗവനക്കാരത്തുകളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരായിരിക്കാൻ ശീലിപ്പിക്കണം. ഇപ്പോഴത്തെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഒന്നും സുബോധമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സുബോധമില്ല. ഞാനിരിക്കലെ മാവേലിക്കൊരിക്കൽ ഒരു യോഗത്തിന് പോവാം. ബസ്സേലാണ് പോകുന്നത്. അന്ന് ബസ്സാണ്, KSRTC ബസ്സേൽ. ഞാൻ ആ കണ്ടക്ടറുടെ സീറ്റിലായി. ഇപ്പോൾ കണ്ടക്ടർമാർക്ക് സെപ്പറേറ്റ് സീറ്റാണെന്ന് ഞാൻ പേപ്പറിലുണ്ടായിരുന്നു. നേരത്തെ ഒരാൾ കൂടി ഇരിക്കാം. അപ്പോൾ ഈ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ലേ, കണ്ടക്ടറുടെ സീറ്റ് ഇരിക്കുന്നത് ഒരു സേഫ്റ്റിയാണ് എന്നെ സംബന്ധിച്ചാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യാം. അതിൻ്റെ പാടായിട്ട് എന്നതാന്ന് വെച്ചു അതെന്തോ അവൻ്റെ ഇരിക്കുന്നത്. അപ്പം ശ്രദ്ധിച്ചേ, ഞാൻ ഈ സീറ്റിന് അവിടെ ഇരിക്കുക. അപ്പം ഒരു പെന്തിക്കോസുകാരി പെങ്കൊച്ച, കാരണം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും കമ്പലും മാലി ഒന്നുമില്ല, നമുക്ക് അറിയാമല്ലോ ചിലരെ കാണുമ്പം. എവിടെ വന്ന് എൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. അതിന് തുടക്കാൻ മോനെ മൊബൈൽ പിടിക്കുകയാണോ? അവിടെ പിടിക്കുന്നുണ്ടല്ലോ. നീ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനാണോ? ആ ദോഷമൊന്നും ഒപ്പിച്ച് നോക്കരുത്. അപ്പോൾ ശ്രദ്ധിച്ചേ, എൻ്റെ ഫ്രണ്ടിൽ വന്ന് എവളിരിക്കുക. വണ്ടി അങ്ങോട്ട് വിട്ടപ്പോൾ സുബോധമില്ലെന്നുണ്ടെങ്കിൽ ഒരു തെളിവാണ്. ഇവിടെ മുടിയെല്ലാം കൂടെ അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. ഈ ഇവിടെ പാലക്കാട് കാണും ഈ രണ്ട് സ്ഥലമല്ലേ കേരളത്തിൻ്റെ നെല്ലറ, കുട്ടനാടും പാലക്കാട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ടെമ്പോ വണ്ടിയെ കച്ചി കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ? ടെമ്പോയിൽ കച്ചി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ കച്ചി ഇങ്ങനെ പുറകെ ബൈക്കിൽ പോകുന്നതിൻ്റെ കണ്ണ് കച്ചിപ്പൊടി എല്ലാം കൂടെ എന്ന് പറഞ്ഞ പോലെ അവൾ വന്ന് മുന്നിരിക്കുക. ഇങ്ങനെ വണ്ടി പോകുമ്പോൾ കച്ചി. എൻ്റെ മുഖം എല്ലാം മുടി തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റല്ലേ, എനിക്ക് കണ്ണൊന്നും കാണാൻ മേല. ഇങ്ങനെ ഡ്രൈവർ ഇതൊന്നും അറിയുന്നില്ല. പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യല്ലേ, അതൊക്കെ ബോധമൊന്നും ഉള്ളവളല്ല. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 സ്ലൈഡ് കുത്തുവോ, ഒന്ന് ഒതുക്കി കെട്ടുവോ. ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങളെ സഹോദരിമാർ മുടി അഴിച്ചിട്ട് നടക്കരുത്. ഇതൊക്കെ വേദവസത്തിൽ ഉപദേശങ്ങളാണ്. മുടി അടിച്ചിട്ട് ചേച്ചി നടക്കും പോലെ. അതാരാ, വടയേച്ചിയാണോ? കുളിച്ച് കഴിയുമ്പം മുടി ഉണങ്ങണം. ഇപ്പോൾ സൗകര്യമൊക്കെ ഫാനുണ്ട്, അല്ലെ ആ കാറ്റത്തോട്ട് പോയി. നേരത്തെ അർദ്ധരാത്രി കുളിക്കരുത്, മഴയും പെയ്ത് എവിടെ പോയി ഉണങ്ങാനാ? പിന്നെ ഇല്ലെങ്കിൽ ഫാൻ എന്നിട്ട് ഒക്കുന്നെങ്കിൽ കെട്ടി വെച്ചോണം മുടി അടിച്ചിട്ട് സഭായത്തിനും വരരുത്. മുടി അടിച്ചിട്ടുണ്ട് നടക്കുകയും ചെയ്യുന്നു. മുടി അടിച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ സംഖ്യാ പുസ്തകം പിന്നെ പോയി പഠിച്ചാൽ മതി. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വിസ്തരിക്കും. അതാണ് മുടി അടിച്ചിട്ടുന്നത്. ഇപ്പം ഞാനിന്ന് യോഗത്തിന് വന്നത് ഗുണമായേ, പിന്നെ വായിച്ചാൽ മതി. ഇങ്ങനെ പറത്ത് ഇപ്പം മുടി ഇങ്ങനെ അതിന് പറഞ്ഞ ഈ കമ്പി പിടി പോലെ കിടക്കുന്നതിന് എന്നാ പറഞ്ഞത്? എന്തുവാ? അത് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതല്ലേ? 100-300 രൂപ ആകുമോ? എത്ര കൂടാനേ സാധ്യതയുള്ളൂ. വല്ലാത്ത കാലമാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു കണ്ണ് കാണാൻ മേല. എല്ലാം ഭാഷന. എന്നിട്ട് ആ സഹോദരിയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ നിന്ന് പാടുന്നത്. ലോകമെനിക്കു വേണ്ട ലോകത്തിൻ. ഈ പാട്ടുമായിട്ട് എന്തേലും പൊരുത്തമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച്. സ്തോത്രം. വല്ലാത്ത കാലമാണ്. അപ്പം ഈ പെങ്കൊച്ചെ ഇവിടെ ഇരിക്കുക. എനിക്ക് കണ്ണും കാണാൻ മേല, വണ്ടി സ്പീഡിൽ പോവുക, മുടിയെല്ലാം പാറി പറന്ന്. ഞാൻ പിന്നെ എൻ്റെ കൈ പേന ഉണ്ടായിരുന്നു, ബാഗ് തുറന്ന് പേന എടുത്തേച്ചേ അവിടെ തലയിലടിച്ചു, തലക്കെട്ടടിച്ചു. അന്നേരം ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പരുവക്കേടിയിരിക്കുക. പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ ചെന്നപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് 2 സീറ്റ് ഫ്രണ്ട്. ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും അതിൻ്റെ പുറകിരുന്ന പുള്ളിക്ക് പിന്നെ അനർത്ഥം തുടങ്ങി. സുബോധമില്ല. ഉപദേശിമാർക്കും സുബോധമില്ല. തെളിവ് ഈ പണ്ടൊക്കെ നേരത്തെ ബസ്സേലാണ് കൂടുതൽ യാത്ര. അതുകൊണ്ടാണ് ഈ ബസ്സിൻ്റെ കാര്യം പറയുന്നത്. നിങ്ങൾ നിൽക്കുക, പുള്ളി വന്നപ്പം വന്നല്ലോ വണ്ടിയുടെ കാര്യം പറയുന്നത്. അന്ന് ഞാനിതുപോലെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. അപ്പോൾ 2 പേരൊന്നും ഞാൻ പറഞ്ഞില്ല. 2 ഉപദേശിമാർ, നമ്മുടെ ചില പറഞ്ഞാൽ അറിയാം, 2 പാസ്റ്റർമാർ, 2 ഉപദേശിമാർ സഭയിലെ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യുക. KSRTC സ്റ്റാൻഡിനകത്ത് സഭയിലെ പ്രശ്നം.
അത് ചർച്ച ചെയ്ത് അതിപ്പോൾ വണ്ടി വന്നു, എടുത്ത വണ്ടി വന്നു, രണ്ടുപേരും കയറി ഒരു സീറ്റിൽ നിന്ന് വണ്ടിക്കകത്തിരുന്ന് ചർച്ച ചെയ്യാം. ഒന്ന് മറ്റുള്ളവർ ഈ സീറ്റിൽ ആളിരിക്കുന്നോ കണ്ടക്ടർ ഉണ്ടോന്നോ ഒന്നും അവർക്ക് വിഷയമല്ല. എല്ലാവരും ഇവരെ നോക്കുന്നുമുണ്ട്. വെള്ള ഷർട്ടുമാണ്, ഫുൾ കൈ, സുബോധമില്ല. മനസ്സിലായോ? അതെ. അപ്പം അമ്മമാർ പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. 1 ഭർത്തൃപ്രിയര്, 2 പുത്രപ്രിയര്, 3 സുബോധമുള്ളവരായിരിക്കണം, പിന്നെ പാതിവൃത്യവുമുള്ളവരും. അപ്പോൾ അമ്മ ഇതെല്ലാം ശീലിപ്പിക്കണം. പെൺപിള്ളേർ ചില വസ്ത്രം കാണുമ്പോൾ ഇമ്പം വരും. അന്നേരം അമ്മ പറഞ്ഞു, മോളെ നമ്മൾ പെന്തിക്കോസുകാരാണ്, നമുക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. നമ്മൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടായിരിക്കണം. കുഴപ്പമില്ലാതെ എൻ്റെ ഇണക്കൊക്കെ നല്ലതാണ്, പക്ഷേ നമുക്കൊക്കത്തില്ല. തന്നെ നമുക്ക് ഇത്ര ഇട്ടുണ്ട് സഭയിലൊന്നും പോയാൽ അത് ശരിയല്ലല്ലോ. ശരീരത്തിൻ്റെ അവയവ ഭാഗങ്ങൾ ത്രസിച്ച് എഴുന്ന് നിൽക്കത്തക്ക വിധത്തിലുള്ള വസ്ത്രം ധരിക്കരുത്, അമ്മമാർ ധരിപ്പിക്കരുത്. എല്ലാവരും അല്ലെങ്കിൽ ചില രാജ്യത്തിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിലും വരുന്നവർ, കേരളത്തിലുള്ളവരും എല്ലാവരും ഉണ്ട്. അമ്മയും പെൺപിള്ളേരും കൂടെ റോഡിൽ കൂടെ പോയാൽ പോകുന്ന പോക്ക് കാണണം. അമ്മയും പെൺപിള്ളേരുടെ ഇറുകി പറ്റിയ വസ്ത്രം, 10-18 വയസ്സുള്ള പെൺകൊച്ചുങ്ങൾ. പണ്ടത്തെ കാലമല്ലല്ലോ, ഇപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ ക്രമം വേറെയല്ലേ. അതുകൊണ്ട് ശരീര വളർച്ചയുണ്ട്. 13 വയസ്സുള്ള കൊച്ചിനെ കണ്ട വലിയതുള്ള പോകുമ്പോൾ ഇരിക്കും. ഭക്ഷണക്രമം, ജീവിതചര്യ അങ്ങനെ ആയി. അപ്പോൾ യോഗ്യമായ വസ്ത്രം ധരിച്ചോണം. മോള് നടക്കുക ഒരു ജീൻസ്, അത് ഇറുകി പറ്റിയിരിക്കുക, ഇപ്പം പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. ഒരു ഇറുകി പറ്റിയ കറുത്ത ബനിയനും 18 വയസ്സുള്ള പങ്കൊച്ച. ഓട്ടോക്കാർ മുഴുവൻ കൊണ്ട് വിടുക അവളെ. അമ്മ ശ്രദ്ധിക്കണ്ടേ? അമ്മ പറയണ്ടേ, എടി നമ്മൾ ടൗണിൽ കൂടെ പോകുന്ന ഈ വസ്ത്രം ധരിക്കരുത്, മോശമാണ്. ഇത് ടെക്സാസ് ഒന്നും അല്ല, ആന്നോ? ചിറ്റൂരല്ലേ? തത്തമംഗലം അല്ലേ? അത് കാലിഫോർണിയ ആണോ? നമ്മുടെ സഭ കാലിഫോർണിയയിലാണോ ഇരിക്കുന്നത്? കാലിഫോർണിയയിലുള്ളവർ മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട്, ഉണ്ട്. മര്യാദക്കാരെല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിലുള്ളവരെല്ലാം ചീത്തയാണ് ഞാൻ പറയുകയില്ല, അവിടെ മര്യാദയ്ക്ക് മാനമായിട്ട് ജീവിക്കുന്നവർ ഉണ്ട്. ലണ്ടനിലുള്ളവരെല്ലാം പഴയാന്ന് ഞാൻ പറയുകയില്ല, അവിടെ മര്യാദയ്ക്കും മാനമായിട്ടും ജീവിക്കുക എല്ലായിടത്തും ഉണ്ടല്ലോ. യോഗ്യമായിരിക്കണം, ലജ്ജാശീലത്തോടായിരിക്കണം, സുബോധത്തോടെ വേണം പെൺപിള്ളേർ വളരാൻ. അമ്മമാർ ശീലിപ്പിച്ചെടുക്കണം. ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും, പിന്നെ വായിച്ച മോളെ പാതിവൃത്യമുള്ളവരായിരിക്കണം. പാതിവൃത്യം അത് അത്യാവശ്യം സ്ത്രീയുടെ മാന്യതയും പദവിയാണ്. പാതിവൃത്യമുള്ള സ്ത്രീ. വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്, എപ്പോഴും അങ്ങ് ആലോക്യമാണ്. ഈ നല്ല സ്ത്രീകളെ പറ്റിയും ചീത്ത സ്ത്രീകളെ പറ്റിയും നീതിസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്, എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നീതിസാരത്തിൽ ഈ ചീത്ത സ്ത്രീകളെ വിവാദശീലാം സ്വയമർത്ഥ ചോരുണീം പരാനുകൂലാം പതിദോഷഭാഷിണി, നിങ്ങൾ കേട്ടിട്ടില്ലേ? അയ്യോ, വിവാദശീലാം സ്വയമർത്ഥ ചോരുണിയും പരാനുകൂല പതിദോഷഭാഷിണി അഗരാശിനി അന്യഗൃഹപ്രവേശിനി. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് 10 പുത്രന്മാരുണ്ടെങ്കിൽ ഉപേക്ഷിക്കണമെന്ന നീതിസാരത്തിൽ വേദോസത്യ പ്രമാണമല്ല ഉപേക്ഷിക്കാൻ, മരണത്താലല്ലാതെ അല്ലേ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. നീതിസാരമാണ് നമ്മുടെ കയ്യിലിരുന്നെങ്കിൽ പരുവക്കേടായാണ്. നമ്മുടെ ഈ ബൈബിളാ. വിവാദശീലാൻ സ്വയം അർത്ഥ ചോരുണിയും എന്നും അങ്ങ് വിവാദമാണ്. ഭർത്താവ് ജോലി കഴിഞ്ഞ് നേരത്തെ വന്നാൽ കുറ്റം, താമസിച്ചാൽ കുറ്റം അല്ലേ? അങ്ങനെയുള്ള എല്ലാവരും അല്ല കേട്ടോ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുവാണ്, കൊച്ചനുണ്ട്, ആടെ വരുന്നു, ചെല്ലടാ. അവൻ വന്നിച്ച് ലോകത്തോടെ മേരിയെ മേരി കൂരി ഉള്ളി മേടിച്ചോ? വന്നോണ്ടേ അവനോട് ഉള്ളി മേടിച്ചെന്നാണോ ചോദിക്കുന്നത്? അവൻ ക്ഷീണിച്ച് വരുമ്പോൾ നീ അകത്ത് വന്നിട്ട് കട്ടനാന്നേ കട്ടൻ, ചായ ആന്നേ ചായ, ചൂടുവെള്ളമാന്നേ അതിലേ കൊണ്ട് കൊടുക്കണത്, ഉള്ളിയാണോ? ആരോട് പറയാനാ? വാലല്ലാത്തതല്ല അളയിലാന്ന് പണ്ട് രാമായണം പഠിപ്പിക്കുകയല്ലേ ശിഷ്യന്മാരെ ഗുരു പഠിപ്പിക്കുക, രാമായണം നന്നായിട്ട് ചൊല്ലി പഠിപ്പിക്കുക. വത്സസൗമിത്ര കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ,
നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളത് നിന്നാൽ അസാധ്യമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജദേഹാദിക്കും വിശു ഒന്നിച്ചേറ്റ ധാന്യധനാദിക്കും ചൊല്ലിക്കൊടു പഠിപ്പിക്കുക. അപ്പം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നപ്പം ഗുരു ചോദിച്ചു, ശ്രീരാമൻ്റെ ആരാ സീത? ഞാൻ പറയാം, വാലല്ലാത്തതല്ല ഈ പാളയെ കയറി. അപ്പം ഗുരു ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അവൻ വെളിയിലുണ്ടെങ്കിൽ അവർ പാമ്പഴഞ്ഞു പോകുന്നു. അപ്പോൾ ഇപ്പം പാമ്പിനെ നോക്കുക, പാമ്പഴഞ്ഞഴഞ്ഞ് ഒരു പൊത്തിലോട്ട് കയറി. എന്നാലും ഇവിടെ മത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. അവനപ്പം പാമ്പ് കയറി നോക്കിക്കൊണ്ട് അത് ഗുരു കണ്ടാ ചോദിച്ചത് സീതയുടെ ആരാ രാമൻ്റെ ആരാ സീതാമ്മ? ഗുരു വാലല്ലാത്തതെല്ലാം ഇച്ചിരി കഴിയുമ്പോൾ മാലും അകത്ത് കയറുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇരിപ്പ്. ഞാനിവിടെ മൈക്ക് വരെ വെച്ചുകൊണ്ട് ജാതം മുട്ടി പാടുക. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയണ്ടേ? ദൈവത്തിന് മഹത്വം. പാരിവൃത്യം. വിവാദശീലം സ്വയം എന്നും വിവാദമുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. വീട്ടിൽ വഴക്കുണ്ടാക്കരുത് കേട്ടോ, വഴക്കുണ്ടാക്കരുത്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കേക്ക് അപ്പനും അമ്മയും വഴക്കുണ്ടാക്കരുത്. ഞാൻ വേറൊരു മറുവശം പറയാം. നിങ്ങൾ ചില പരത്തിൽ ആ വീട്ടിൽ അച്ചായൻ പേടിത്തൊണ്ടനാണ്. അയാൾ പേടിത്തൊണ്ടനല്ല, അയാൾ നല്ല മാന്യനാണ്. പേടിത്തൊണ്ടനല്ല. ഈ തള്ള കിടന്ന അലപ്പാകുമ്പോൾ പുള്ളി മിണ്ടാത്തത് കുഞ്ഞുങ്ങളിത് കേൾക്കും. കുഞ്ഞുങ്ങൾ അപ്പം അതുകൊണ്ട് പുള്ളി മൗനം ദീക്ഷിച്ചിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ അപ്പന്മാർക്ക് അങ്ങനെ, പിള്ളേരുടെ മുന്നിൽ മാന്യനായിട്ട് ജീവിക്കണം. അപ്പന്മാർക്ക് അങ്ങനെ. തള്ളക്ക് ഇതൊന്നും വിടുകയല്ല. ഉമ്മ കിടന്ന് 6 രൂപ വെക്കുന്ന പന്ന തള്ള. അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട് വയ്യാവേലികൾ. നമ്മൾ പറയില്ല ആ വീട്ടിൽ അച്ഛനെ അമ്മാമ്മയെ പേടി. അമ്മാമ്മയെ പേടിയായിട്ടില്ല, പുള്ളി അന്തസ്സുള്ളവനാണ്. കാരണം ഈ അലോഗ്യം ഉണ്ടാക്കിച്ച് പുള്ളി ടൗണിലോട്ട് ചെല്ലുമ്പോൾ ചോദിക്കും, എന്തുവാ തങ്കച്ച രാവിലെ നിങ്ങളുടെ വീട്ടിലൊരു പറയണ്ടേ മറുപടി. അപ്പം അതിന് മാന്യത കൊണ്ട് മുണ്ടുകയല്ല. അത് പെണ്ണുങ്ങളത് മുതലാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പിന്നെ നിങ്ങളെല്ലാം ഈ ശൂലങ്കാരിയെ നോക്കിയ പോലെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. അലോഗ്യം ഉണ്ടാക്കുന്ന സ്ത്രീകൾ വിവാദശീലം, എന്നും വിവാദമാണ്. വിവാദശീലം സ്വയമർത്ഥ ചോരിണിയും സ്വന്തം പണം ചോർത്തും. ഭർത്താവിൻ്റെ പോകറ്റ് കിടക്കുന്ന കാശ് പുള്ളി അറിയാതെ അടിച്ചു മാറ്റും. എന്നാ പുള്ളി പറഞ്ഞു 50 രൂപ ഉണ്ടെന്ന്. 50 ഞാനല്ലേ ഷർട്ട് കഴുകാനെടുത്തത്, എനിക്കറിയരുതോ? 50 ആണോ 100 ആയിരുന്നോ 20 ആയിരുന്നു 30 അടിച്ചു മാറ്റി. ഇപ്പം നിങ്ങൾ എനിക്ക് ഭാഷ എങ്ങനെ ഇത് അറിഞ്ഞെന്നായിരിക്കും. ഓ വിവാദശീലാം സ്വയമർത്ഥ ചോരിണി പരാനുകൂലാം പതിദോഷ ഭാഷിണി. സ്വന്തം ഭർത്താവിനെതിരെ ദോഷവും പറയും, അപ്പുറത്തെ പുള്ളിക്ക് അനുകൂലവും പറയും. അയ്യോ അപ്പുറത്തെ തങ്കച്ചൻ എന്ത് നല്ല മനുഷ്യൻ, എൻ്റെ ദൈവമേ. അപ്പുറത്തെ തങ്കച്ചൻ അയ്യോ ഞങ്ങളുടെ ഇവിടെ ഒരെണ്ണമുണ്ട് ദൈവമേ. പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത്? നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് സംശയം ഉദിക്കുന്നു. അതുകൊണ്ടാണ്. നിങ്ങൾ സന്തോഷിച്ചിരുന്നു. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് പിടികിട്ടായിരിക്കട്ടെ. വിവാദശീലാം സ്വയമർത്ഥ ജോലിണിയും പരാനുകൂലാം പതിദോഷ ഭാഷിണി. അഗരാശിനി അന്യഗൃഹപ്രവേശിനി. എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ കാണും. മോളിയെന്ന് വിളിക്കുമ്പോൾ അവിടെ നിന്നാണ് ഓടി വരുന്നത്. ഇപ്പോഴേക്കകത്ത് നിന്നല്ലേ വരണ്ടേ? പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ നല്ല സ്ത്രീകളെ പറ്റി നീതിസാരത്തിലുണ്ട്. കാര്യേഷ് മന്ത്രി കരണേഷ് ദാസി വീരേഷ് പുത്രി ക്ഷമയാദരിത്രി ലോകേഷ് മാന ജനേഷ് വേടി ഷട്കർമ്മനാരി കുലധർമ്മ പത്നി. നല്ല സ്ത്രീകളെ പറ്റിയുണ്ട്. അതെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരണം. അപ്പോൾ ഈ ഭാഗത്ത് പാതിവൃത്യമുള്ള സ്ത്രീകളായിരിക്കണം. ഒരു സ്ത്രീയുടെ മാന്യതയാണ് പാതിവൃത്യം കാക്കണം. ഈ നമ്മൾ ചിലരെ പറ്റി പറയില്ല, അവൾ എന്നാ വലിയ ശീലാവതിയാണോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡയലോഗ് എന്നറിയത്തില്ല. പഴയ ആൾക്കാർക്ക് അറിയാം. ഓ അവളൊരു ശീലാവതി കേട്ടിട്ടില്ലേ? ശീലാവതി എന്ന് കേട്ടിട്ടുണ്ടോ? അന്ന് വന്നിപ്പോൾ ഒന്നും കേട്ടിട്ടില്ല. ശീലാവതി അതൊരു കഥയാണ്. എൻ്റെ വല്യമ്മച്ചി എന്നെ പഠിപ്പിച്ചതാണ് ശീലാവതിയുടെ. അതൊത്തിരി കൊണ്ട് പറയാൻ ഒറ്റ വാക്കി പറയാം. ഭർത്താവ് കുഷ്ഠരോഗം പിടിച്ചവനാ, അപ്പം തന്നെ ധാർമ്മികമായിട്ട് അറപ്പതിച്ചവനാ. ചീത്ത സ്ത്രീകൾ പാർക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് പോകണം. കുഷ്ഠരോഗിയാണ്. ചീത്ത സ്ത്രീകൾ പാർക്കുന്ന സ്ഥലത്ത് സ്വന്തം ഭാര്യ എന്നും കൊണ്ട് ചെല്ലണം. അത് എടുത്തോണ്ടാ പോകും, നടക്കാൻ വലിയാക്ക്.
അത് കഴിഞ്ഞാൽ അവിടെ തിരിച്ചു വന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരണം. എന്നാലും ആ സഹോദരി അതങ്ങ് സഹിക്കുക. അതാ ശീലാവതി. നല്ല ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ ഇയാൾ കുറ്റം പറയും. എൻ്റെ വല്യമ്മച്ചി പഠിപ്പിച്ചതാ കഥ. അത് ഇങ്ങനെ നല്ല വരി നല്ലോ കുത്തിയരിയാക്കി മെല്ലമേ പാകത്തിൽ വെച്ചുണ്ടാക്കി. വരിനെല്ല് കുത്തുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴല്ലേ മെഷീൻ, പണ്ടൊക്കെ കുത്തുക, വറുത്ത് കുത്തുക. വരിനെല്ല് സൂചി പോലിരിക്കും. നിങ്ങൾക്ക് പാലക്കാടുകാരാൻ പറയാമല്ലോ. നല്ല വരി നല്ലോ കുത്തിയരിയാക്കി മെല്ലമേ പാകത്തിൽ വെച്ചുണ്ടാക്കി ലന്തക്കുരു കൊണ്ട്. അമ്മാമ്മയ്ക്ക് ആ പാട്ട് അറിയാൻ തോന്നല്ലയോ? അല്ലേ? നമുക്ക് പാടാം. ഇത് നിങ്ങളൊന്നും പാടുകയല്ല, നമുക്ക് എൻ്റെ കൂടെ പാടാം. ഏതായാലും വന്നത് ഗുണമായി. ലന്തക്കുരു കൊണ്ടു കൂട്ടാനുമുണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന കോപ്പു കൂട്ടി. അടുത്ത പാടിക്ക് ഞാനങ്ങ് മറന്നുപോയി. ആട്ടിന്റെ പാലു കറന്നു തിളപ്പിച്ചു കൂട്ടിക്കുഴച്ചങ്ങ് ചോറു നൽകി. ഇങ്ങനെ വെള്ളവും കാച്ചി കുളിപ്പിച്ചു കാന്തനെ വേദന കൂടാതെ മെല്ലെ മെല്ലെ. നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ചുമ്മാ ഇരുന്ന് ഓരോന്ന് നിർമ്മിച്ചൊപ്പിക്കുന്നതാണോ? ഇപ്പം മനസ്സിലായോ? ഞാൻ പറയുന്നതെല്ലാം സത്യമായ കാര്യം. ബാക്കി പാടാം മാമ. ഏതായാലും നിങ്ങൾ ഇരിക്കാം, മാമ പാട്. അതിൻ്റെ ഒടുവിലത്തെ ഒരു വരിയുണ്ട്. ഇങ്ങനെയൊക്കെ ദിനംപ്രതി ചെയ്താലും അങ്ങുള്ളിലേതും പ്രസാദമല്ലെന്ന്. പരിനെല്ല് കുത്തി അരിയാക്കി ചോറ്, അത് ആടിൻ്റെ പാല് കറന്ന് തിളപ്പിച്ച് കൂട്ടിക്കുഴച്ച് ഉരുള ഉണ്ടാക്കി പുള്ളിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുക. അതാ ശീലാവതി. ലന്തക്കുരു കൊണ്ട് കൂട്ടാനും ഉണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന കോപ്പും കൂട്ടി. ഇതെല്ലാം ചെയ്ത് എങ്ങനെയൊക്കെ ഇയാൾ ചുമന്നുകൊണ്ട് അവിടെയും പോകുന്നുണ്ട് രാവിലെയും വൈകിട്ടും. ഇതെല്ലാം ചെയ്താലും ഇങ്ങനെയൊക്കെ ദീനം പ്രതി ചെയ്താലും അങ്ങുള്ളിലേതും പ്രസാദമല്ല. ഇതൊക്കെ ചെയ്താൽ അയാൾക്ക് അതാണ് ശീലാവതി, പാതിവൃത്യമുള്ള സ്ത്രീ. നിങ്ങൾ വല്ലവരും പറഞ്ഞെല്ലാം പണ്ട് അവൾ ഏതുപോലെ കഷണം കഷണമായിട്ട് പ്ലാസ്റ്റിക് കൂടിനകത്ത് അങ്ങനെ ആക്കി വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേച്ച് പിള്ളേരോട് പറയും ഇന്ന് ബീഫ് ഫ്രൈ ആണെന്ന് പറയും. അങ്ങനെയുള്ള പെണ്ണുങ്ങളുമുണ്ട്. ശീലാവതി. അമ്മ ആ വരി എനിക്കൊന്ന് എഴുതി തരണം പോകുന്നതിന് മുന്നേ. ഞാൻ ആ ഇടയ്ക്കത്തെ വരി അങ്ങ് മറന്നു പോയതാണ്. അമ്മാമ്മ വന്നത് ഗുണമായി. സ്വന്തം നാട് എവിടാ? നമ്മുടെ തൃശ്ശൂർ ചേലക്കര. ആ വരി ഒന്ന് തരണേ. അപ്പോൾ ശ്രദ്ധിച്ചേ, പാരിവൃത്യമുള്ള സ്ത്രീകളായിരിക്കണം. ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും പാരിവൃത്യമുള്ളവരും. അടുത്തത് വീട്ടുകാരി നോക്കുന്ന സ്ത്രീകളായിരിക്കണം, നാട്ടുകാരി നോക്കുന്ന സ്ത്രീകളല്ല. പിന്നെയോ ഇപ്പോൾ ഈ സമത്വം വന്ന് നമ്മൾ പെണ്ണുങ്ങളെല്ലാം നിർത്തി ജയിപ്പിക്കുക. സംവരണമേ, പെണ്ണുങ്ങളെല്ലാം നിന്ന് ജയിച്ച് ജീപ്പിൻ്റെ മുന്നിൽ കയ്യും എല്ലാം കാണിച്ച് പെണ്ണുങ്ങളെയൊന്നും ഇപ്പം വീട്ടിൽ കാണാനേ. ആണുങ്ങൾക്കൊന്നും ഒരു ജോലിയിലെല്ലാം തിണ്ണയിലിരിപ്പുണ്ട്. പെണ്ണുങ്ങളാരും പെണ്ണുങ്ങളെല്ലാം ജയിച്ചെല്ലാം പോവുക. അവസാനം പ്രശ്നമാണ് മിക്കയിടത്തും. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് ജയിച്ചതാണ്. അവസാനം രാവിലെ ആകുമ്പോൾ ഭർത്താവിൻ്റെ പിള്ളേരുടെ കാര്യം ശ്രദ്ധിച്ച സ്ത്രീയാണ്. എല്ലാവരുടെ ചാട്ടക്കയറ്റി പഞ്ചായത്ത് നിർത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സൂസമ്മ ജേക്കപ്പ് ജയിച്ചു. രാവിലെ 8:30 ആകുമ്പം പഞ്ചായത്തിൽ നിന്ന് ജീപ്പിൽ ഒരാൾ വന്ന്, ബേബി സൂസമ്മയുണ്ടോ അവിടെ? ഉണ്ട്. ജേക്കപ്പേ സൂസമ്മയുണ്ട്? ഉണ്ട്. ഇങ്ങോട്ട് അമ്മ പാലെടുപ്പിലോട്ട് വെച്ചതുള്ളൂ. അന്നേരം പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നത്. ഉണ്ട്. സൂസമ്മ കൈ കഴുകി പെട്ടെന്ന് ചുരിദാർ സാരിയാണെന്ന് എടുത്തത്. എന്നെ അച്ഛാ പാലെടുപ്പിരിക്കുന്നത് ചെല്ല്, ആ പാത്രം കഴുകിയേക്കണം, പിള്ളേർക്ക് എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്കണം, പഞ്ചായത്തിൽ പോകാം. ഉടനെ അവൻ പോകുന്ന പോക്കിന് എപ്പോൾ വരും? എപ്പോഴെങ്കിലും വരാൻ ചെയ്യേ, പാല് തിളച്ച് ഓട്. അവളെയും കൊണ്ട് അവർ ഓടി, ഇവൻ പാലിൻ്റെ പുറകെ. കണ്ടോ ഗതികേട് കണ്ടോ? 2-3 ആഴ്ചയൊക്കെ ചിലപ്പം ഓടും, പിന്നെ അസ്വസ്ഥത വരും. ഒരു സ്ത്രീയുടെ വിശേഷത വീട്ടുകാര്യം നോക്കണം. വീട്ടിലെന്തെല്ലാം കാര്യമുണ്ട് നോക്കാൻ, ഇല്ലേ? പറ. നല്ല ഒരു കുടുംബിനി, നല്ല ഒരു സ്ത്രീ. എൻ്റെ അമ്മയും പറയും നോക്കുന്നതെല്ലാം ജോലിയാണ്. ചില പെണ്ണുങ്ങളുണ്ട് ഒരു ജോലിയില്ല, കസാര നിറച്ചിങ്ങനെ ഇരിക്കും. എപ്പോൾ നോക്കി, എനിക്കൊരു തള്ള അറിയാം, എപ്പോൾ നോക്കിയാലേ വാതിൽ കസാര കാണും. വീട്ടിൽ എന്തെല്ലാം ജോലി ഉണ്ടല്ലേ? ഇല്ലേ? നല്ല സ്ത്രീകൾ നോക്കുന്നതെല്ലാം ഒരു കുടുംബമല്ലേ, വീടല്ലേ, ജോലിയാ. തേണ്ട കട്ടനൊക്കെ ഇതിപ്പോൾ അതിൽ വൃത്തിയായിട്ട് കിടക്കുക. ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ കഴുകേണ്ടതാണെങ്കിൽ ഈ സെറ്റിയുടെ അടിയും അതിനൊക്കെ ചുക്കിലി മാറാനും കാണും. അതൊക്കെ തൂക്കണ്ടേ, അതെല്ലാം വൃത്തിയാക്കണ്ടേ. പ്രാർത്ഥനയുടെ തലേന്നല്ല 4 ചൂല് മേടിച്ചുകൊണ്ട് വരണം കേട്ടോ.
4 ചൂല്. നാളെ പ്രാർത്ഥനയാണ്, അതിനെ ചൂല് വെച്ചാണോ പ്രാർത്ഥിക്കുന്നത്? കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ആ വീട് നിങ്ങൾ ചെന്ന് ബാത്റൂം കഴുകുക. പാസ്റ്റർമാരൊക്കെ വരുന്നതാണ്. അവൻ ഇന്ന് ഉരച്ചൊരച്ച് അവൻ്റെ ഊപ്പാട് വരിക. ഇത് വല്ലതും പോകുന്നതാണോ? കാരണം 3-4 മാസമായിട്ട് അവൻ്റെ ഇടപാട് തീർന്നു. അവസാനം പറയും ഇനി മേലെ ഇവിടെ പ്രാർത്ഥന വെക്കുകയില്ല. അവിടെ ചായപാത്രത്തിൻ്റെ അടി നോക്കിയ മഞ്ഞ കളറിൽ. ഓ, കാരണം ചായ എടുത്ത് കഴിച്ച് ടാപ്പ് തുറന്നിച്ച് ഇങ്ങനെ വെച്ചിട്ട് കളയുന്നല്ലാതെ കൈ കൊണ്ട് അത് തേക്കുന്നില്ലല്ലോ. വെള്ളം വരുമ്പോഴേ നിങ്ങൾ പാസ്റ്റ് അങ്ങനെ ഇതെല്ലാം കണ്ടെന്നാ ആത്മാവിൽ ഇതെല്ലാം കാണുക. സ്തോത്രം. നല്ല സ്ത്രീകൾ അതെല്ലാം കണ്ടുപിടിച്ച് ചെയ്യും. വെറുതെ ഇരിക്കുമ്പോൾ വെളുത്തുള്ളി പൊളിച്ച് വെക്കണം. വെറുതെ ഇരിക്കുമ്പോഴേ കൊച്ചുള്ളി അത് തിരക്കാകുമ്പോൾ ചിലപ്പം സ്പീഡ് കുറയുകയല്ലേ, പെട്ടപ്പാടല്ലേ. അത് നേരത്തെ ഇതൊക്കെ ചെയ്യണം. നല്ല സ്ത്രീകളൊക്കെ അങ്ങനെയാണ്. കുറച്ച് ഇപ്പം ഫ്രിഡ്ജൊക്കെ ഉള്ള കാലത്ത് തേങ്ങാ തിരുമ്മി കുറച്ചങ്ങ് എനിക്കറിയാം ഒരു ദൈവദാസി. ആ വീടുമായിട്ട് ഞങ്ങൾ ഒത്തിരി അടുപ്പമാണ്. ആ ദൈവദാസന് ഞാനും സ്നേഹിതരെ പോലെ, അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീയാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അമ്മമ്മ ഞാൻ ചോദിച്ചു എന്തോ ഈ അടുക്കളയിലൊക്കെ ഭയങ്കര അപ്പോൾ ഞാൻ എല്ലാം വഴറ്റി വെക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്തോ വഴറ്റി വെക്കുക? ഓ, അത് സമയം കിട്ടുമ്പം ഈ മീൻ കൂട്ടാനുള്ള മസാല എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വഴറ്റി അങ്ങ് വെക്കും. മുളക് പൊടിയും അതിനോട് ചേർക്കുന്ന പൊടികളുണ്ടല്ലോ, പൊടികളും എന്താ മീൻ കറി വെക്കാനുള്ളത്, അതെല്ലാം കുറച്ചേറെ അങ്ങ് വഴറ്റി നന്നായിട്ട് വഴറ്റി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കും. തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അച്ചാനിച്ചിന് മീൻ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് എടുത്ത് മീൻ കറി ആകുകയല്ലേ. ഇത് മീൻ കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിൽ നിന്ന് ചീഞ്ഞ് അന്നേരം വെളുത്തുള്ളി പയ്യെ പൊളിച്ചോണ്ട് എന്താ പറയുക, ഈ വെളുത്തുള്ളി ആരാ കണ്ടുപിടിച്ചത്? തപ്പി അത് ചീഞ്ഞു. അവൻ നല്ല കാശ് കൊടുത്ത് മേടിച്ച് പച്ചയ്ക്ക് കൊണ്ടുവന്നതാണ്. 500 രൂപയുടെ മീൻ. അതാർക്കും ഗുണം വന്നില്ല. കൂട്ടാൻ വെച്ചപ്പോൾ ചീഞ്ഞു. ഒരു കഷ്ണം എടുത്തപ്പം ഉടനെ അവൾ പറയാം നിങ്ങളുടെ മൂക്കിൻ്റെ കുഴപ്പമാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഒരു നല്ല സ്ത്രീ നോക്കുന്നതെല്ലാം ജോലിയാണ്. എന്നും രാവിലെ മിറ്റമുള്ളവർ മിറ്റം അടിക്കണം. എന്നും രാവിലെ മിറ്റം അടിക്കണമെന്ന് അരകല്ലിൽ വെച്ച് അരയ്ക്കണം. അത് തന്നെ ഒരു ആയാസമാണ് അല്ലേ? ഇത് 2 തേങ്ങ തിരുമ്പി അരകല്ലിൽ വെച്ച് അരക്കുകയല്ല. എന്നിട്ട് വെളുപ്പിനെ 5:30 ആകുമ്പം മാപ്പിളയും പെമ്മളും കൂടെ റോഡിൽ കൂടെ, മാപ്പിളയുടെ കയ്യിൽ ഒരു കുറുവടിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുത്തും ഒരു കറക്കും. പെമ്പള പുറകെ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ തേങ്ങ കല്ലേ വെച്ച് അരക്കുകയായിരുന്നെങ്കിൽ കൊച്ചുവെള്ള പാങ്കാലത്ത് ഇങ്ങനെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? മഞ്ഞും പിടിച്ചു അല്ലെന്ന് ചിന്തിച്ച് വന്ന ഉടനെ പിള്ളക്കല്ലിൻ്റെ അടുത്ത് ആറ്റിലോട്ട് കളഞ്ഞു. ഈ കല്ലിരിക്കുന്നതായി ഇത്രോ പിള്ളക്കല്ല് എന്നാന്ന് പോലും അറിയാൻ മേല. ഇപ്പോൾ കല്ലിൽ അങ്ങനെ തുണി കഴുകത്തില്ലല്ലോ. ചിലരല്ലേ കഴുകുള്ളൂ. ചിലർ കൊടുക്കുന്ന കട്ടിലടിയിലോട്ട് ഇടും. 2 ആഴ്ച ആകുമ്പം 28 ജോഡി സെറ്റ്, 28 ജോഡി ചുരിദാർ, അല്ലെ ഷർട്ട്, അല്ലെ പാൻറ്റ്, അതെല്ലാം കൂടെ വാഷിംഗ് മെഷീനകത്ത് കൊണ്ട് ഇട്ടച്ച് പിന്നെ മൊബൈലിൽ കളിക്കുക. അതവിടെ കിടന്ന് കറങ്ങിക്കോളും. അവിടെ കിടന്ന് കറങ്ങല്ലേ. ചിലടത്ത് വാഷിംഗ് മെഷീനില്ല, അതും എടുക്കുകയല്ല. 2 ദിവസം കഴിഞ്ഞാൽ അയ്യോ മിനിഞ്ഞാന്നിട്ട തുണിയാ, മിനിഞ്ഞാന്നിട്ട് അന്നേരം എടുക്കുമ്പോൾ ഒരു കെടുമ്പ് നാറ്റു. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? നിങ്ങൾ കാര്യം തുറന്ന് പറയണം. ഞാൻ പോയി കഴിയുമ്പോൾ നമ്മൾ പൊട്ടുപുള്ളിയെ കളിപ്പിച്ചു കേട്ടോ നന്നായിട്ട്. വീട്ടുകാര്യം നോക്കണ്ടേ? ഒരു നല്ല കുടുംബിനി, ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ, ഒരമ്മ വീട്ടുകാര്യം നന്നായിട്ട് നോക്കണം. നിങ്ങളെല്ലാം കുഴപ്പക്കാരാന്നല്ല ഞാനീ പറഞ്ഞത്. ഭർത്താവ് അതുപോലെ തന്നെ സംരക്ഷിക്കണം, അധ്വാനിക്കണം. ചുമ്മാ ഇരുന്ന് തിന്നരുത്. ഓ പാസ്റ്റർ ഒരു ജോലിയില്ല പിയുടെ കാലം മറപ്പിച്ചിരിക്കുക. അതിന്നെ 90 കിലോയും ഉണ്ട്. അധ്വാനിക്കണം.
വിയർപ്പോടെ കഴിക്കണമെന്നല്ലേ ശാപമാണെന്നേലും പറഞ്ഞത്. ജോലി ചെയ്യാത്തവൻ ചാപ്പാട് കഴിക്കരുതെന്നാണ് പൗലോസും പറഞ്ഞേക്കുന്നത്. അധ്വാനിക്കണം. അപ്പോൾ നിങ്ങൾ ഭാഷന്മാരെ അധ്വാനിക്കും. ഞങ്ങൾ വചനത്തിൽ കൂടെ നന്നായിട്ട് അതിലെ കൃത്യമാക്കിയും പറയുന്നത്. അധ്വാനിക്കാതെ കിട്ടുമോ? ഈ വാക്യമൊക്കെ മനപ്പാഠം പറയുന്നതും അത് കൃത്യം റെഫറൻസ് പറയുന്നതും അധ്വാനിച്ചിട്ടല്ലേ? അല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ മേളിൽ നീട്ട് പൊഴിഞ്ഞ് വീഴാണോ? ഇത് നേരത്തെ വായിച്ചും ധ്യാനിച്ചും പഠിച്ചു ഇരിക്കും, പ്രസംഗിക്കും, കർത്താവ് ഓർമ്മ തരും. അപ്പോൾ അത് കൃത്യമായിട്ട് അത് അധ്വാനിക്കണ്ടേ? പാട്ട് കാണാതെ പാടുന്നത് ബുദ്ധിമുട്ടല്ലേ? നോക്കിയിട്ട് ഒക്കുന്നില്ലല്ലോ ചിലർക്ക്. അപ്പോൾ ഇത് കാണാതെ പഠിക്കണ്ടേ? അധ്വാനമല്ലേ? ഞങ്ങൾ നന്നായിട്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ട് നന്നായിട്ട്, ഇവരും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു പ്രസംഗം ഓർമ്മയില്ലാത്തവർ കുറിച്ച് വെക്കണം. അത്തത്താ പിത്തത്താ പറയരുതല്ലോ, കുറിച്ച് വെക്കണം. കുറിച്ച് വെക്കുന്ന ഭാവാഭാവമൊന്നുമല്ല. ചിലപ്പോൾ ഞങ്ങളുടെ പാസ്റ്റ് കുറിപ്പുമായിട്ടാണ് വരുന്നത്. അതിൽ വിവരമുള്ളത് കൊണ്ടാണ് കുറിപ്പുമായിട്ട് വരുന്നത്. ഒന്നെങ്കിൽ നല്ല ഓർമ്മ വേണം, കുറിപ്പ് വേണ്ട. ഓർമ്മയില്ലാത്തവർ കുറിച്ച് വെക്കണം. അവിടെ കിടന്ന് വെച്ച് 8-ാം വാക്യം വായിച്ചേ, 8 വായിച്ചപ്പോൾ തെറ്റ്. എന്നാൽ 16 വായിച്ചേ. 16 ഇല്ല, 9 വായിച്ച് നോക്കിയേ. 2.5 മണിക്കൂർ വായിപ്പിച്ച് കിട്ടിയില്ല. നമുക്ക് പാട്ട് പാടി ഇന്നത്തെ യോഗം നിർത്താം. അത് പാടില്ല. നന്നായിട്ട് അധ്വാനിക്കണം. നന്നായിട്ട് അധ്വാനിക്കുന്ന മൂപ്പന്മാരെ എടുത്തു പറഞ്ഞു, വിശേഷാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടിമാനത്തിന് യോഗ്യരാക്കിക്കണം. അത് അത്യാവശ്യമാണ്. ഞാനൊരിക്കലെ ഒരു TPM പെയ്ത്തോമി ചെന്നു. അപ്പം അവിടുത്തെ രീതികളൊക്കെ നമ്മുടെ രീതിയല്ല. അപ്പം ചെന്നപ്പം അവിടെ ചില നമ്മൾ പറയും വേറുകൃത്യമല്ല. എൽഡേഴ്സ് ഉണ്ട്, മൂപ്പന്മാരുണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, അസിസ്റ്റൻറ്റ് സെൻട്രൽ പാസ്റ്റർ ഉണ്ട്. അപ്പം ഞാൻ വളരെ വേണ്ടപ്പെട്ട ആളോട് ചോദിച്ചു, ഇത് തെറ്റല്ലേ കാണിക്കുന്നത്? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അനീഷ് തെറ്റല്ല. നന്നായിട്ട് അധ്വാനിക്കുന്നവരെ, വിശേഷാൽ ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്ന വേലക്കാരല്ലേ? ഇവരിപ്പോൾ സീനിയർ. എത്രയോ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സഹിച്ച അവരിന്നല്ലേ വന്നേ. അപ്പോൾ അവരെ കുറച്ചുകൂടെ ബഹുമാനിച്ചോണം. മനസ്സിലായോ? മറ്റേ ഇപ്പം ബൈബിൾ സ്കൂളിൽ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ വരട്ടെ. അതിന് ഉപദേശമൊന്നും അറിയാൻ മേല. 7 പോയിൻ്റേ അവൻ്റെ കയ്യിലുള്ളൂ. 2ാമത്തെ പോയിൻറ്റിനെ അന്തരീക്ഷം മാറി. കാരണം 3ാമത്തെ പോയിൻ്റ് അറിയാൻ മേല. അത് ഇവനിങ്ങനെ നോക്കി നിൽക്കുക. അവൻ വിശ്വാസി ഓർത്ത് ആത്മാവിലാന്ന്. അവൻ മറന്നുപോയിട്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അടുത്ത പോയിൻ്റ് ഓർക്കുന്നില്ല. നമ്മുടെ സാധുക്കളായ സ്ത്രീകളല്ലോ അവർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സഹോദരി മറുഭാഷ പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്തിരിക്കുന്നത് അങ്ങനെ ആണല്ലോ. ഉണ്ട് ഭയങ്കര അന്തരീക്ഷം. ഇവനും രക്ഷപ്പെട്ടു, അവരും രക്ഷപ്പെട്ടു. യോഗം കഴിയുമ്പോൾ പറയും ഭയങ്കര സാന്നിധ്യമായിരുന്നു കേട്ടോ. അവൻ മറന്നുപോയി അവിടെ നിന്നതാണ്. അതാണോ സാന്നിധ്യം? അപ്പോൾ അത് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓർക്കണം. ഓർമ്മയുണ്ടേ കുഴപ്പമില്ല. എന്തായാലും കൊള്ളാം, അധ്വാനിക്കണം. അധ്വാനിക്കാത്തവർ തിന്നരുത്. വെറുതെ ഇരുന്ന് ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള അവനോട് പോയി ഞാൻ കാണുന്നില്ലല്ലോ അവന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, വണ്ടി ഓടിക്കേണ്ടതാണ്. അധ്വാനമല്ലേ? ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് മയങ്ങിയാലോ അവൻ മയങ്ങുന്നില്ല. വാഹനം ഓടിക്കുന്നവർ നന്നായിട്ട് കഴിക്കണ്ടേ? ഈ ചിലരെ ഈ വണ്ടി ഓടിക്കുന്നവരോട് വേറുകൃത്യം കാണിക്കുന്നവരുണ്ട്. എനിക്കറിയാം ചിലരെ. അങ്ങനെ പാടില്ല. ചിലപ്പോൾ അദ്ദേഹം ഓടിക്കും, അത് മറ്റേ ഓടിക്കും. ഞാൻ ഓടിപ്പിക്കും. എനിക്ക് ഓടിക്കാൻ അറിയാൻ മേല. അധ്വാനിക്കണം. ഒരു അധ്വാനിക്കുകയല്ലേ? എല്ലാവരും അധ്വാനിക്കണ്ടേ? പ്രായമുള്ള അമ്മ പറമ്പിൽ പണിയാനൊന്നും നോക്കത്തില്ല, അല്ലെങ്കിൽ വലിയ കട്ടിപ്പണി നോക്കത്തില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരാനൊന്നും നോക്കത്തില്ല, അരയ്ക്കാനും നോക്കത്തില്ല, പ്രായമായി. അപ്പോൾ അമ്മ പറയണം, കുഞ്ഞെ സൂസമ്മ മുമ്പേ പറഞ്ഞ പോയിൻ്റ് ആ കൊച്ചുള്ളി ഇഞ്ഞെടുത്തോ, ഞാനിന്ന് പൊളിച്ചു തരാം. എല്ലാവരും റിമോട്ടിൻ്റെ ഇത് പിടിച്ചോണ്ട് സീരിയൽ കണ്ടുകൊണ്ട് തള്ളയിരിക്കരുത്, കണ്ണും കടയും കാണാൻ മേലില്ല. ജോലി നമ്മുടെ ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം ജോലി ചെയ്യണം. ഞാനിപ്പോഴും നന്നായിട്ട് ജോലി ചെയ്യും. ഈ പ്രസംഗം മാത്രമല്ല. ഇവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ല ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കറിയാം. നന്നായിട്ട് ജോലി ചെയ്യും. വീട്ടു ജോലി. അത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ജോലിയൊന്നും ഞാൻ തരംതിരിക്കുകയല്ലേ. ജോലി കണ്ടാൽ ഞാൻ ചെയ്യും. ഇപ്പോഴും ചെയ്യും. ഇന്നലെ ഇങ്ങോട്ട് പോരാൻ നേരത്തും മിറ്റവും പരിസരവും എല്ലാം തൂത്ത് പൈപ്പിന് അല്പം പ്രയാസമുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ആ മിറ്റവും എല്ലാം വലിയ മിറ്റമാണ് ഇപ്പോൾ താമസിക്കുന്നത്. മിറ്റവും പരിസരവും എല്ലാം തൂത്ത് വാരി ചപ്പുമെല്ലായിട്ട് റോഡും എല്ലാം തൂത്ത് കത്തിച്ച് ചപ്പുമെല്ലാം കത്തിച്ച് എല്ലാം നീറ്റാക്കി വെച്ചാൽ ഞാൻ പോകുന്നത്. അയച്ചിട്ട് താമസിച്ചത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാ ജോലിയൊക്കെ ചെയ്താൽ അടുക്കളയിലും ജോലി ചെയ്യും. ഞാനിപ്പം പഴകിട മോഹന നമ്പൂതിരി ഒന്നും അല്ലെങ്കിലും ചില ചമ്മന്തി ഉണ്ടാക്കാനും കഞ്ഞി വെക്കാനും ഒക്കെ അറിയാം.
നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നാണക്കേടൊന്നുമല്ല. അപ്പുറത്തെ സൂസമ്മയ്ക്ക് എന്ന് തൂത്തുവാരി കൊടുക്കരുത്, അതിനവിടെ വേവിച്ചനുണ്ട്. സൂസമ്മ ചൂലിഞ്ഞോട്ട് ഇവിടെ എല്ലാം ചപ്പാന്നല്ലോ. നിന്റെ വീട്ടിലെ കാര്യം ചെയ്യ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സഹോദരന്മാരോട് പറയാം, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതൊന്നും നാണക്കേടല്ല, നമുക്ക് മാന്യതയാണ്. ചുമ്മാ നേരം വിളിക്കുമ്പോൾ കസേര എന്ത് ചായ എട്ടരയാകുമ്പോ കാപ്പി, അതിനെ ഹോട്ടലാണോ ഇത്? നമ്മുടെ വീടല്ലേ. ഞാൻ പ്രായമുള്ളവരോട് സഹോദരന്മാരോട് പറയും, ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല, ചില ഏരിയയിലും ചില നാട്ടിലിരിക്കുക വെളുപ്പിനെ ചായക്കടയിലോട്ട് ഓടും, അവിടെ ചെന്ന് ചായ കുടിക്കുക. അതൊരു വല്ലാത്ത ദീനമാണ്. 9 ആയോ? അത് കേട്ടോ? ഒരു അരമണിക്കൂറോടെ എടുക്കാം. ഗുണപ്പെടാനാണ് ഇതൊക്കെ മതി. പിന്നെ ഇത്രയും കാര്യം പറഞ്ഞില്ലേ, ഗുണമാകാനാന്ന്. സ്തോത്രം. വെളുപ്പിനെ ചായക്കടയിൽ പോകുന്നവരുണ്ട്, പാടില്ല. ചായക്കട ചെന്നാൽ 5 രൂപ 10 രൂപയ്ക്ക് ഒരു ചായ, അതും വലിയ ഗുണമൊന്നും അവനിങ്ങനെ അടിച്ചു തരുന്നല്ലാതെ സായിപ്പൊക്കെ ചെന്ന് കണ്ടേച്ച് പറഞ്ഞ് 2 മീറ്റർ ചായ തരാം. കാരണം പുള്ളി കൊടുത്ത് മീറ്റർ കണക്കിനാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സായിപ്പ് കൊടുത്ത് മീറ്റർ കണക്കിനാണ് ഇവിടെ ചായ. പുള്ളിക്ക് ചില ക്ഷീണം ഉണ്ടാകും, ഞാൻ 2 മീറ്റർ ചായ തരാൻ പറഞ്ഞു. മറ്റവർക്കൊക്കെ ഓരോ മീറ്ററാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലില്ലേ, അപ്പോൾ ചായക്കടയിൽ പോയി കുടിക്കണ്ട. ചായക്കടയിൽ കൊണ്ട് കൊടുക്കുന്ന 10 രൂപ, ഒരു ഉദാഹരണം 10 രൂപ, ആ 10ൻ്റെ കൂടെ ഒരു 15 കൂടെ ഇട്ടാൽ 1 കവർ പാല് ഇന്നത്തെ കണക്കനുസരിച്ച് കിട്ടും. ആ 1 കവർ പാല് അവിടെ നിന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ട് ഭാര്യയുടെ കയ്യിലോ അമ്മയുടെ കയ്യിലോ കൊടുത്താൽ അവരത് പരുവത്തിന് വെള്ളവും കൂടെ ചേർത്ത് കാച്ചി പിന്നെ പഞ്ചാരയോ തേയിലയോ കാപ്പിപ്പൊടി എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രായമുള്ള അപ്പനും ഒരു ഗ്ലാസ് കൊടുക്കാം, പ്രായമുള്ള അമ്മയ്ക്ക് അരത്തടം കൊടുക്കാം, ഭാര്യയ്ക്ക് ഇച്ചിരി കുടിക്കാം, നിനക്കും 1 കപ്പ് അങ്ങ് തരും. കൊച്ചുങ്ങൾ 2 ഉണ്ട്, അതുങ്ങൾക്ക് വെച്ചിട്ട് അതല്ലേ നല്ലത്. നീ തന്നെ പോയി അവിടെ ഇപ്പോൾ ഇന്ന് മോന്തിയാലോ 2 മീറ്റർ, ശരിയല്ല. സ്തോത്രം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചാണ് പോകേണ്ടത്. കർത്താവിന് മഹത്വം. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ വന്നേക്കാം. പാരപര്യമുള്ളവർ, സുബോധമുള്ളവർ വീട്ടുകാര്യം നന്നായിട്ട് വീട്ടുകാര്യം നോക്കണം. വീട്ടുകാര്യം നോക്കുന്നവർ പിന്നെ ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കണം. അമ്മമാര് പെൺപിള്ളേരെ ഇതെല്ലാം ശീലിപ്പിച്ചെടുക്കണം. അത് അമ്മയുടെ കഴിവ് പോലെ ഇരിക്കും. അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെയും കൂടെ വിളിക്കണം. എടി ഇങ്ങോട്ട് വന്നേ, ഇതൊന്നരിഞ്ഞേ അണ്ടതിന് കഴുകി തന്നേ. അമ്മ വിളിക്കണം. അമ്മ അടുക്കളയിൽ കയറുമ്പം പഠിപ്പിക്കണം. അടുക്കള സെക്യുലർ പഠിത്തം അത്യാവശ്യമായി. ഈ വന്ന കാലത്ത് അതിലും അത്യാവശ്യമാണ് അടുക്കള പഠിത്തം. പണ്ടൊരു തള്ള മോളോട് പറഞ്ഞെടി, ഞാൻ എൻ്റെ മാവ് എടുക്കാൻ പോവാ, അരി ഇടിക്കാൻ പോവാ, നീ ഞാൻ അങ്ങോട്ട് തരും കപ്പി കാച്ചാൻ. അവൾ കിണറ്റിൻ്റെ ഒരു കപ്പി എടുത്തോണ്ട് അടുപ്പിലിട്ട്. കപ്പി കാച്ചാനല്ലേ പറഞ്ഞേ? വെള്ളം കോരുന്ന കപ്പി ഊരി എടുത്തേച്ച് അടുപ്പിനകത്ത് കൊണ്ടിട്ട് കപ്പി കാച്ചുക. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാകട്ടെ. ഇവിടെ അങ്ങനെ അപ്പത്തിന് കപ്പി കാച്ചുന്നാണോ പറയുന്നത്? ഇവിടെ അങ്ങനെ തന്നെ. കപ്പി കാച്ചി. അമ്മ പഠിപ്പിക്കണ്ടേ കപ്പി കാച്ചുന്നത് എങ്ങനെയാണ്? കൊച്ചു പെൺപിള്ളേർ പറ അങ്ങനെ കാപ്പി കാച്ചെന്ന് പറ. അടുത്ത പോയിന്റ് ഞാൻ പിന്നെ പറയാം. പോയിന്റെല്ലാം കൂടെ കുറിച്ചെടുക്കാതെ ഈ പോയതെന്ന് പറഞ്ഞിട്ട് കപ്പി കാച്ചുന്നതിന് അവൾ കാച്ചതുപോലെ ഞങ്ങളും കാച്ചാണ്ടിരിക്കുക കാപ്പി. പഠിപ്പിക്കണ്ടേ? അമ്മ പഠിപ്പിച്ചെടുക്കണം. മീൻ വെട്ടുന്നത് എങ്ങനെയാ, തോരൻ അരിയുന്നത് എങ്ങനെയാ, സാമ്പാറിന് അരിയുന്നത് എങ്ങനെയാ, അവിയലിന് എങ്ങനെയാ, അതൊക്കെ അമ്മ പഠിപ്പിക്കണ്ടേ? അതെല്ലാം കൂടെ കറിശാന്ന് കണ്ടിച്ചേച്ച് മൊത്തമായിട്ട് കുറച്ചെടുത്ത് അവിയലിന്, കുറച്ച് തോരന്. അങ്ങനല്ല. അമ്മ അതെല്ലാം പഠിപ്പിക്കണം, ശീലിപ്പിച്ചെടുക്കണം. അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെ അടുക്കളയിലോട്ട് വിളിക്കണം. തേങ്ങ തിരുമാനും ചായച്ചോണ്ട് വരാൻ പറയണം. അവിടെ നിന്ന് ചാഞ്ഞ് നിന്നാൽ പോരാ. എല്ലാം പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ വീട്ടുകാരും എല്ലാം പഠിപ്പിച്ച് മിടുക്കിയാക്കി കെട്ടിച്ച് വിട്ടാൽ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ബന്ധുക്ക വീട്ടിൽ ചെല്ലാം. വായുവൊക്കെ തൂക്കി അന്തസ്സായിട്ട് ചെല്ലാം. അപ്പോൾ അവിടുത്തെ അമ്മയും പറയും, ബ്ലസി നിൻ്റെ അമ്മയാ വരുന്നത്, 2 ദിവസം കഴിഞ്ഞ് വിട്ടാൽ മതി കേട്ടോ, വിടരുത്. അമ്മായും ബന്ധുക്കാരി പറയും. നാട്ടുകാരും വൈകുന്നേരമോ ഉച്ച കഴിഞ്ഞോ ആ ബ്ലസ്സിയുടെ അമ്മയല്ലേ, അയ്യോ എപ്പോൾ വന്നു, 2 ദിവസം ഇവിടെ നിൽക്കി, ഞങ്ങൾക്കറിയാം അമ്മയെ പറ്റി, ബ്ലസ്സി മിടുക്കിയ, അമ്മ പഠിപ്പിച്ചാന്ന് ഞങ്ങൾക്കറിയാം, മിടുമിടുക്കിയ. ബ്ലസ്സി നാളൊരു തീയൽ വെച്ചു, അയ്യോ എന്തോ ടേസ്റ്റ്, എങ്ങനെ അമ്മ അത് തീയൽ വെക്കുന്നത്? അമ്മ പഠിപ്പിച്ച് വിട്ടതാണ്. തീയലുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്നതുപോലെ കൊള്ളാം കേട്ടോ. മോള് തന്നെ അമ്മ ആരായിരിക്കും?
നാട്ടുകാർക്കും ഇഷ്ടമാണ്, ബന്ധുക്കാരെയും പറയും പോകരുതെന്ന്. നന്നായിട്ട് പഠിപ്പിച്ചാൽ. മോളെ ഒന്നും പഠിപ്പിച്ചില്ല, കെട്ടിച്ചു വിട്ടു. അവസാനം പിന്നെ അമ്മ പറയാം, ബ്ലസ്സി എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരത്തില്ല, നീ ഇത്തവണ കുമ്പനാട് കൺവെൻഷന് വരുമോ? ആ ഞങ്ങൾ വരണമെന്ന് ഓർത്തുക. എന്നാൽ ഞാൻ ആ മാവിൻ്റെ ചോട്ടിൽ കാണും. മാവിൻ്റെ ചോട്ടിലാണോ മോളെ കെട്ടിച്ചു വിട്ടേ? മോളെ അവരുടെ വീട്ടിലല്ലേ, അതിനെ അങ്ങോട്ട് ഇല്ലാതെ അവിടുത്തെ തള്ള നിന്നെ കാണാനിരിക്കുക. ഈ വാറതാനെ അങ്ങോട്ട് വിട്ടതിന് അവർ ആ റോഡ് പണി കിട്ടും മെറ്റിൽ വിട്ടാണ്ടോ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് നിന്നെ കണ്ടാലും അതേസമയം മകളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മിടുക്കിയാക്കി അങ്ങോട്ട് വിട്ടാൽ അമ്മയ്ക്ക് ഏറെ സമയത്ത് ചെല്ലാൻ ബഹുമാനം കിട്ടും. അമ്മമാരിത് ശീലിപ്പിച്ചെടുക്കണം. സ്തോത്രം. വലിയ തൃപ്തിയില്ലെന്ന് തോന്നുന്നു മുഖമെല്ലാം. സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള നിർദ്ദേശം കൽപ്പനയാണ്. ഭാര്യ കീഴ്പ്പെടണം, ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം. ഇനി 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. എഫേസ്യ ലേഖനം. മക്കളെ നിങ്ങളുടെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമാ. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും ഉപവാസ പ്രാർത്ഥന വെക്കണമെന്നാണോ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പ്രമാണം. നിനക്ക് നന്മയുണ്ടാകാൻ നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ ബഹുമാനിച്ചോടെ മക്കൾക്കുള്ള ഉപദേശമാണ്. മാതാപിതാക്കളെ പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടല്ലോ, അവരെ ബഹുമാനിക്കണം. തല നരച്ചവർ വീട്ടിലൊരു അനുഗ്രഹമാണ്. ഇല്ല അതിനെ എല്ലാം കൂടെ വലിച്ചു വാരി വൃദ്ധസദനത്തിൽ കൊണ്ടിടരുത്. തല നരച്ചവരെ ഇപ്പം പിന്നെ നരച്ചതെല്ലാം കറപ്പിക്കുന്ന തള്ളമാരും ഉണ്ട്. വയസ്സ് 72 കഴിഞ്ഞ് ഇപ്പോഴും കുഞ്ഞു കളിച്ച് നടക്കുക. അങ്ങനെയുള്ളവരുണ്ട്. അപ്പന്മാരും ഉണ്ട് ചിലടത്ത്. ഡൈവൊക്കെ അടിച്ച് 77 ഉണ്ട്. 77 വയസ്സ് കഴിഞ്ഞ് കറപ്പിച്ച് എങ്ങാനും ഒരു നരച്ച മുടി കണ്ട കണ്ണാന് എന്തോ ഒരു വേദപുസ്തകം വായിക്കാൻ ഇത്ര സൂക്ഷ്മതയില്ലല്ലോ. കുഞ്ഞുങ്ങളെ നടക്കുക. അപ്പച്ചാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, അങ്കിൾ അങ്കിൾ. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കണം കേട്ടോ. അപ്പനെ അമ്മയൊക്കെ ഇപ്പം എല്ലാം പപ്പായും മമ്മിയാണ്, അങ്ങനെ ഇരുന്നോട്ടെ, അനുസരിക്കണം കേട്ടോ. എടുക്കാനേ ഇവൻ ഇവിടെ മെടുക്കുക. അവള് പകരം ഞാൻ പ്രശ്നം കയറി കൊത്തുന്നുണ്ടായിരുന്നു. മെടുക്കുക. സ്തോത്രം. പ്രായമുള്ള അപ്പനെ അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ വേദനിക്കരുത്. ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കത്തില്ല. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയുടെ കണ്ണുനീര് വീടരുത്, ശാപമായിരിക്കും. ചുമ്മാ കള്ളക്കണ്ണീര് ഉണ്ടാക്കുന്ന തള്ളമാരുണ്ട്, അതൊക്കെ മെനക്കേട് കേസാ വിട്ട് കഴിയണം. അല്ലാതെ അമ്മമാരെ വേദനിപ്പിക്കരുത്, അപ്പന്മാരെ വേദനിപ്പിക്കരുത്. കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. ഞാനൊരു കാര്യം ഇവിടെ പറയാം. നിങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനങ്ങ് പറയുക. ആരെങ്കിലും ഗുണമാകുന്നത് നിങ്ങൾ ബന്ധുക്ക വീട്ടിലോ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെ ഉണ്ടല്ലോ, അല്ലെ എവിടെയെങ്കിലും യാത്ര പോകുമ്പം പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ വരുന്നെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണം. ചോദിക്കണം, അപ്പച്ചൻ വരുന്നോ? അപ്പോൾ ചിലപ്പോൾ അവർ പറയും, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ യാത്ര ചെയ്യുക. ഓക്കെ. അമ്മച്ചി വരുന്നോ? എൻ്റെ അച്ഛൻ എനിക്ക് വയ്യ, ഇന്നലെ എല്ലാം അങ്ങ് കാലിന് വേദനയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ആരോഗ്യവും വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകണം. അല്ലാതെ അപ്പനെ അമ്മയും കാവൽക്കാരാക്കി അതിനുശേഷം നമുക്ക് കിട്ടിയില്ല, എന്നാൽ പിന്നെ ഇവരെ രണ്ടിനെ ഇവിടെ. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടുകാവൽക്കാരായിട്ട്. കാരണം കാവൽക്കാർ 2 എണ്ണം, മോളും മരുമകനും, അല്ലെ മരുമകളും മോനും പിള്ളേരും എല്ലാം കൂടെ ടൂറിന് പോയി. ഹോട്ടലിൽ കയറി കഴിക്കുകയും ചെയ്തു. അമ്മയും അപ്പനും കൂടെ 2 ദിവസത്തെ ചോറ് പിന്നെ വെച്ചൂറ്റി. നിങ്ങളെല്ലാം ശ്വാസം വിടുക. ഇങ്ങനെ വിലക്കോ വീണ പിന്നെ അതിന് പ്രാർത്ഥിക്കാൻ വേറെ എനിക്ക് ഒക്കത്തില്ല. എനിക്ക് അങ്ങനെയുള്ള കൃപാവരമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾ ശ്വാസം വിടും. ഇങ്ങനെ വിലക്കോ വീണ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും. ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ഒന്നാമത് കോവിഡാ, ശ്വാസം മുട്ടല, അതിൻ്റെ എല്ലാം. അപ്പനെ അമ്മയെ വേദനിപ്പിക്കരുത്. അപ്പൻ എൻ്റെ അമ്മയുടെയും വില നന്നായിട്ട് അറിഞ്ഞ ആളാണ് ഞാൻ. നിങ്ങളും അങ്ങനെ തന്നെ. അവരെ വേദനിപ്പിക്കരുത്. പെറ്റതള്ളയുടെ കണ്ണുനീര്
വീട്ടിൽ വീണാൽ വീട് രക്ഷപ്പെടുകയില്ല. അപ്പന്മാർ കരയത്തില്ല, പക്ഷെ ഹൃദയത്തിൽ ഞരക്കം ഉണ്ടാകും. അപ്പന്മാർ അമ്മമാരെ പോലെ കരയത്തൊന്നുമില്ല. സ്തോത്രം. ഞാൻ അല്പം കൂടെ കടത്തി പറയാൻ പോവാ ചില കാര്യങ്ങൾ. കടത്തി പറയുക. അപ്പനൊരു 65-70 വയസ്സായി, പ്രായമായി. അമ്മ അങ്ങ് മരിച്ചു. പിള്ളേർക്ക് മക്കളും കൊച്ചുമക്കളുമായി. ചില പിള്ളേർ ചിലപ്പം സമ്മതിക്കത്തില്ല. എൻ്റെ അഭിപ്രായം ഞാൻ ചില വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാം. അമ്മ മരിച്ചതിൻ്റെ ദുഃഖമുണ്ടല്ലേ, ഭാര്യ മരിച്ചതിൻ്റെ ദുഃഖമുണ്ടെങ്കിലും മക്കളോട് അനുകൂലിക്കണം. അപ്പൻ ഒന്നുകൂടെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങളങ്ങനെ ഉൾക്കൊള്ളുന്നെന്ന് അല്ലെ അവർ സ്വയമായിട്ട് തീരുമാനിക്കണം, എനിക്കിനി വിവാഹം. അതല്ലെങ്കിൽ പ്രായമുള്ള അപ്പനാണെങ്കിൽ വിവാഹം കഴിപ്പിക്കണം, പിള്ളേരും കൂടെ നിർബന്ധിക്കണം. പിന്നെ മരുമകൾ പറയാം, പിന്നെ കെട്ടാനിട്ടാ മുറുക്ക് പിടിച്ചത്. ഭാര്യയും ഭർത്താവും അവരുടെ മുറിയിലോട്ടങ്ങ് പോകും ഊണ് കഴിഞ്ഞ്. മോളും മോനുമാണെങ്കിൽ അവരും അങ്ങ് പോകും. ഈ പ്രായമുള്ള അപ്പനെ ഏകാന്തത ബുദ്ധിമുട്ടാണ്. അത് ജഡീക ഉല്ലാസങ്ങൾക്കല്ല വിവാഹം കഴിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അറിയാം എൻ്റെ മനോവേദന. ഞാനതിനെ അനുകൂലിക്കുന്ന ആളാണ്. വിവാഹം കഴിപ്പിക്കണം. ഒരുത്തനോട് ഞാൻ പറഞ്ഞടാ അച്ഛനോട് പറയണമെങ്കിൽ നീ കല്യാണം കഴിക്കണം. നീ 2 ആഴ്ച കഴിയുമ്പോൾ ബഹറിലങ്ങ് പോവും, അവൾ നിൻ്റെ കൂടെ വരും. അങ്ങനെ പിന്നെ അവിടെ ഒറ്റയ്ക്ക് അർദ്ധരാത്രി ആകുമ്പോൾ ഒരു വിമ്മിഷ്ടമുണ്ടായി. ഒരാളടുത്തുണ്ടെങ്കിൽ പറയരുതോ, അയ്യോ എനിക്ക് വിമ്മിഷ്ടമാണ്, ഇച്ചിരി ചൂടുവെള്ളം ഞാൻ കൊണ്ടുവന്നാട്ടെ, അല്ലെ ഒന്ന് തൂത്ത് കൊടുത്തു, നെഞ്ചൊന്ന് തിരുമ്മിക്കൊടുത്തു. ഒക്കെ ആവശ്യമാണ്. എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണത്തെ പടുക്കളെ പോലെ ഇതെല്ലാം ചെയ്യണം. അതേസമയം മറുവശം പറയാം. അമ്മ ജീവിച്ചിരിക്കെ അപ്പൻ മരിച്ചു. അമ്മ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിച്ചു. എന്നാലും അമ്മ കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം വരികയില്ല. കാരണവും കൂടെ പറയാം. ഇത് രണ്ടും ഞാനിതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണവും കൂടെ പറയാം. മരുമകൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അടുക്കളയിലോട്ട് കയറിച്ചല്ല. ഇനി അവൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അമ്മമാർക്കേ ധൈര്യത്തോടെ അടുക്കള എന്തുവാ സൂസമ്മ മൂടി വെച്ചേക്കുന്ന പാത്രം മാറ്റി കപ്പ പിടിക്കുന്നതാണല്ലോ. അമ്മ അവൾ പറയാം, അവളും അടവ് പിടിച്ചോളാം. അയ്യോ ഞാനങ്ങ് മറന്നുപോയോ, കുഴപ്പമില്ല, 2 കഷ്ണം എടുത്ത് അവിടെ തന്നെ ആ പാചകത്തിലോട്ട് വെച്ച് ഇച്ചിരി കൂട്ടാനുണ്ട് അതുകൂടെ എടുത്ത് അവിടെ നിന്ന് അമ്മയ്ക്ക് തിന്നാം. അതേസമയം അപ്പൻ അങ്ങനെ അടുക്കള ചെല്ലാൻ ഒക്കത്തില്ല. ഇനി അഥവാ അപ്പൻ അടുക്കള 2 ദിവസം കയറിയ 3-ാം ദിവസം അവൾ ഭർത്താവിനോട് പറയും, നിങ്ങളുടെ അപ്പൻ കൂടെ അടുക്കള വരുന്നുണ്ട് കേട്ടോ, കപ്പ പിടിങ്ങാ കാച്ചിൽ പിടിങ്ങാന്നും പറഞ്ഞ് പമ്മി ഇവള് കലക്കം ഉണ്ടാക്കുന്ന ആളാന്ന് ഒന്നുകൂടെ സ്ക്രൂ വെച്ച് കൊടുക്കും. അച്ഛൻ കപ്പ എടുത്തോണ്ടപ്പോൾ എനിക്കിട്ടൊരു തട്ട്. അപ്പം മകന് സ്പർദ്ധ ഉണ്ടാകും, പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല, അമ്മയ്ക്ക് അടുക്കളയിൽ കയറാം. അതുകൊണ്ട് എൻ്റെ ഒരഭിപ്രായമാണ്, ദൈവഹിതം നടക്കട്ടെ, ദീർഘായുസ് എല്ലാവർക്കും തരട്ടെ, ദീർഘായുസ് കിട്ടട്ടെ. ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് പോകുന്നതാണ് നല്ലത്. ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ എളിയ ചിന്തയ്ക്കനുസരിച്ച് അങ്ങ് പറയുക. നിങ്ങളെല്ലാം കൊല്ലാൻ വന്നതുമല്ല. അയാൾ ഒടുവിൽ പറഞ്ഞത് യാകുന്ന കാര്യമാണെന്നല്ലോ. ദൈവമേ, നമ്മളെങ്ങനെയും ജീവിക്കാൻ ഓർത്ത് പ്രാർത്ഥന വെച്ചപ്പം തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കില്ലേ. സ്തോത്രം. അമ്മ പോകുന്നതിന് മുമ്പ് ദീർഘായുസോടിരുന്ന അപ്പൻ പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അപ്പൻ്റെ അമ്മയുടെ ഇങ്ങനെ അനുസരിച്ച് വേണം പെരുമാറാൻ. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ മരുമക്കൾക്ക് ആരോഗ്യമുള്ള മരുമക്കളാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കണം, ഇച്ചിരി കട്ടനിട്ട് കൊടുത്തേക്കണം 2 പേർ കൂടെ. പ്രായമുള്ളവർക്ക് ഉറക്കം കുറവാണ്, അത് ചിലപ്പോൾ 4:30 എഴുന്നേറ്റെന്ന് വരാം. തികഞ്ഞ വിശ്വാസികളാണെങ്കിൽ 4:45 ഒരു പാട്ടും പാടും അവരുടെ മുറിക്കാത്തിരുന്നു. എന്നാലും മരുമക്കൾ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ ചെല്ലുന്നത് നിങ്ങളോട് ചെല്ലാതെ, അല്ലെങ്കിൽ ചൂട് കാപ്പി കുടിക്കുന്നവരാണ്, ഓരോ ഗ്ലാസ് കൊണ്ട് കൊടുത്തേക്കണം. പാട്ട് പാടി പ്രാർത്ഥിച്ച് തീർന്നിട്ട് കൊടുക്കാനിരിക്കരുത്. പാട്ട് തുടങ്ങുമ്പോഴേ ആദ്യത്തെ 2-3 പാട്ടായാലും പാടും. ആദ്യത്തെ പാട്ട് പാടുമ്പോഴേ കൊണ്ട് കൊടുത്തേക്കണം. അപ്പോൾ അത് ഒന്ന് കുടിച്ച് കഴിയുമ്പം ഒരു സുഖമാണ്. അവരൊരു ദീർഘശ്വാസമൊക്കെ വിട്ടൊരു സ്തോത്രം പറഞ്ഞാൽ നിനക്ക് നിൻ്റെ സന്തതിക്കും അനുഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചെയ്ത് പഠിക്കണം.
പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, തുണി കഴുകുക, അമ്മയെ കൊണ്ട് കഴിക്കരുത്. ഇതുപോലെ ഇവള് കൊച്ചാ എന്നാലാണ്ടാ അവിടെ ഇരിക്കുന്ന ആണ്ടാ എത്ര വയസ്സുണ്ട് മോളെ? അതൊക്കെ നല്ല പ്രായമാണ്. ആണ്ടാ അമ്മയുടെ പുറകിരിക്കുന്ന കണ്ണാടി അമ്മയുടെ പുറകിരിക്കും. എത്രയുണ്ട്? എത്ര വയസ്സുണ്ടെന്ന്? നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ആകും 20 അല്ലാണ്ട് 20-കാരാ. എത്രയുണ്ട് മോളെ? 24. ഉണ്ടോ? 24. അവൻ മരുമക്കള് കുഴപ്പമില്ലെന്ന്. കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ. മെന്ത് കയറുന്നതായിരിക്കും അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും, വീടൊന്നും കത്തിപ്പോകുകയല്ല. അപ്പോൾ കൊച്ചു പെൺപിള്ളേരാണ് അമ്മ പറഞ്ഞു കൊടുക്കണം, എടി അമ്മച്ചിയുടെ തുണി മേടിച്ച് കഴുകി കൊടുക്കാൻ പറയണം. അമ്മ കുളിക്കാൻ ബാത്റൂമിലോട്ട് കയറുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം. ഇപ്പം പിന്നെ ബാത്റൂമിലൊക്കെ ഇണക്കിയിട്ടുണ്ട് മിക്കയിടത്തും. അതല്ലാത്തവരാണെങ്കിൽ ചൂടുവെള്ളം വെട്ടിത്തിളപ്പിച്ച് കൊടുക്കരുത്. അമ്മേനെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന് ഓർക്കുക. അപ്പോൾ തിളപ്പിക്കടി വെള്ളം 104 ഡിഗ്രി സെൽഷ്യസിലും. നമുക്ക് അമ്മേനെ ഒന്ന് കൊച്ചു പെൺപിള്ളേരുണ്ടെങ്കിൽ അമ്മ ബാത്റൂമിലോട്ട് കയറുമ്പോൾ കുളിക്കാൻ വെള്ളം കാഞ്ഞൊന്ന് കൈയിട്ട് നോക്കുമ്പോൾ അറിയാം. അതാ കണക്ക്. അത് തള്ളയെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വിടരുത്. കൊച്ചുങ്ങളെ കൊണ്ടോ നിങ്ങൾ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവെക്കണം. പ്രായമുള്ള അമ്മ കുളിക്കാൻ കയറും, അല്ലെങ്കിൽ അപ്പച്ചൻ കുളിക്കാൻ കയറുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ, അല്ലെ പ്രായമുള്ള അമ്മയാണെങ്കിൽ കൊച്ചു പെൺപിള്ളേർ അമ്മയുടെ കൂടെ ബാത്റൂമിൽ കയറി ഒന്നെങ്കിൽ ഇഞ്ചയോ അല്ലെ തത്തുല്യമായ പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. പ്രായമുള്ളവർക്ക് കൈ വഴങ്ങുകയില്ല, പക്ഷേ പുറത്തൊക്കെ ചൊറിച്ചിലും നൊരയ്ക്കുന്നത് പോലെയൊക്കെ തോന്നും. തുള്ളനെഴഞ്ഞ് നടക്കുമെന്ന വേറെ ദിവസത്തിലെ പ്രയോഗം. പ്രായമാകുമ്പോഴേ തുള്ളൻ ചുമ്മാ ഇരിക്കുമ്പോൾ പുറത്തൂടെ ഓനഞ്ഞ് വന്ന് എൻ്റെ പുറത്തൂടെയാണ് നൊരയ്ക്കുന്നത്. അവൻ നോക്കുമ്പോൾ ഒന്നുമില്ല തോന്നുക. അപ്പോൾ പ്രായമുള്ള അമ്മയ്ക്ക് കൈ വഴങ്ങി കിട്ടുകയില്ല. അപ്പം അമ്മ പുറം വന്ന് പതുക്കെ തേച്ച് കൊടുക്കണം. തൊണ്ടിട്ട് തേക്കരുത്. കസിയ ഇന്നലെ പൊതിച്ച പച്ചത്തേങ്ങയുടെ തൊണ്ട് കിടപ്പുണ്ട്, പപ്പാതി മുറിച്ചോണ്ട് വാ, നമുക്ക് അമ്മേനെ ഒന്ന് കുഞ്ഞു നിൽക്കതല്ലേ ഒരു തേര് തൊലിയിലും കൂടെ തള്ള തീർന്ന്. പിന്നെ തള്ളക്ക് വെള്ളം തൊണ്ടും കാണുമ്പോൾ വെപ്രാളം, അയ്യോ വെള്ളം തൊണ്ടും. അങ്ങനല്ല, മനസ്സിലായോ? തുണിയൊക്കെ കഴുകി കൊടുക്കണം, വസ്ത്രമൊക്കെ തേച്ച് കൊടുക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഭക്ഷണം കൃത്യസമയത്ത് പ്രായമുള്ളവർക്ക് കൊടുക്കണം, കൃത്യസമയത്ത് കൊടുക്കണം. ചൂട് കഞ്ഞി അതേ ഉള്ളു മതി. അത് അനിച്ചക്കഞ്ഞി കൊണ്ട് കൊടുക്കരുത്. പെട്ടെന്ന് കുടിക്കും, പ്രാർത്ഥനയ്ക്ക് കൊണ്ടതാണ്. വെള്ളം കുടിച്ചപ്പോൾ തൊണ്ടയെല്ലാം കൂടെ പൊള്ളി, ഇനി വേണ്ട, അങ്ങനെ കൊടുക്കരുത്. നൂഡിൽസ് ഒന്നും ഇപ്പോൾ തള്ളക്കി കൊടുക്കണ്ട, ചൂട് കഞ്ഞി മതിയെന്ന്. നമ്മുടെ മുളകടച്ച് നമ്മുടെ സാഹചര്യം അതാ, മതി. അച്ചാറേ ഉള്ളൂ, മതി. അത് സമയത്ത് കൊടുക്കണം, അവരെ ശുശ്രൂഷിക്കണം. മുമ്പേ പറഞ്ഞ പോയിന്റാ, പ്രായമുള്ളവരെ കൊണ്ടുപോകണം. അവർ വരുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇടരുത്. ഞാൻ എൻ്റെ അതിന് മറുവശം പറയാം. നമ്മൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മോനെ ഇപ്പോൾ കുശൃതി, ഇവനെ അത്രയും കുശൃതി കണ്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവനതിലും വില്ലനായിരുന്നായിരിക്കും. അപ്പോൾ അവനും മയമാവ് വരും, ഈ ടൈപ്പ് വരും ഇച്ചിരി കഴിഞ്ഞ്. അപ്പോൾ കുശൃതി ആണേലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് രണ്ടും, നിങ്ങൾക്കുമാണ്. നമ്മൾ കുഞ്ഞുനാളിൽ കല്യാണത്തിന് പോയപ്പോൾ കടയിൽ പോയപ്പം അല്ലെ അങ്ങോട്ടില്ലുമ്പം ഈ പിള്ളേർ ഇട്ടേച്ചാണോ പോയത്? പറ. അവരെയൊക്കെ കുശൃതി ആണേലും എടുത്ത് ഒക്കത്തെ വെച്ച് അല്ലേ? നമ്മുടെ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ നമ്മൾ മുട്ടാലടഞ്ഞ് നടന്നപ്പം അല്ലെ മലന്ന് കിടന്നപ്പം അല്ലെ പിച്ച നടക്കാൻ ശീലിച്ചപ്പോൾ നമ്മളെ ഒറ്റക്കിട്ടേച്ചെങ്ങും പോയില്ലല്ലോ. പോയോ? ഭർത്താവ് പറഞ്ഞ് കിടന്നോളൂ, നീ ഒരുങ്ങി വാ നമുക്ക് പോവാം. പോയില്ല. കടയിൽ പോയപ്പോഴും അമ്മയുടെ ഒക്കെ നമ്മളുണ്ട്. കല്ലയെ വെച്ച് അരച്ചപ്പോഴും കൊച്ചു വന്ന് തുണിയെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം മുളകുണ്ടെന്നില്ല മറ്റേ കൈക്കൊന്ന് ഇല്ലേ? കല്യാണത്തിന് പോയപ്പോഴും കൊച്ചിനെ ഒരുക്കിക്കൊണ്ട, കല്യാണപ്പന്തൽ ചെന്നിരുന്നപ്പോഴും കൊച്ചു മടിയിലുണ്ട്, കഴിക്കാനെടുത്ത് വെച്ചപ്പോഴും കൊച്ച് ആദ്യം കുഞ്ഞിന് ഇല്ലേ? അങ്ങനല്ലേ നമ്മളെ വളർത്തിയേ? പിച്ച നടന്നപ്പോഴേ, മലന്ന് കിടന്നപ്പോഴേ, കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ അങ്ങനല്ലേ സംരക്ഷിച്ചേ? അപ്പം നമ്മൾ കഴിവും പ്രാപ്തിയാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ സംരക്ഷിക്കണം. പണ്ടൊരാൾ മുതലാളിയോട് ചെന്ന് പറഞ്ഞ്, മുതലാളി എനിക്കിന്ന് കുറച്ചേറെ പൈസ വേണം. നിനക്കിന്നും അങ്ങ് പൈസ വേണമല്ലോ, എന്നാണ് ഇത്ര ചിലവ്? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി പ്രാരാബ്ധമുള്ള മനുഷ്യനാണ്, കാരണം വീട്ടുകാരി എന്നും നടക്കണം, പിന്നെ എനിക്ക് കുറച്ച് കടം തീർക്കാനുണ്ട്, ഞാൻ ഇച്ചിരി കടം കൊടുക്കുന്നുമുണ്ടെന്ന് പറഞ്ഞു. കടം കൊടുക്കുന്നുമുണ്ട്, കുറച്ച് കടം തീർക്കുന്നുമുണ്ട്.
വീട്ടുകാരും നടക്കണം അന്നന്ന്, അതുകൊണ്ട് ഇച്ചിരി ചിലവാണ്. അപ്പം മുതലാളി ചോദിച്ചു, എന്തോ നിനക്ക് ഇതിന് വേണ്ട കടം തീർക്കാൻ, ആർക്കാണ് നീ കടം കൊടുക്കുന്നത്? അപ്പം അവൻ പറഞ്ഞു, കടം തീർക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. എൻ്റെ കടം തീർത്തുകൊണ്ടിരിക്കുക. കടം കൊടുക്കുന്നത് എൻ്റെ പിള്ളേരുടെ കാര്യത്തിനാണ്, അവർക്ക് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കടം തീർക്കുന്നവരും കടം കൊടുക്കുന്നവരുമായിരിക്കണം. എന്തുവായി സമയം? പോരെ, നിർത്തട്ടെ, അതോ ഇച്ചിരിയുടെ വേണോ? പറ, ഞാൻ എന്തിനും തയ്യാറാ. ഇനി വേണോ? തരാം. പിന്നെ ഇരിക്കല്ലോ, 9 നടത്താം. കടം കൊടുക്കുന്നവരും കടം തീർക്കുന്നവരുമായിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനെയും അമ്മയും വേദനിപ്പിക്കരുത്, അവർ ഞരങ്ങരുത്. പ്രായമാകുമ്പോൾ അവരുടെ മനസ്സിന് മനോസുഖം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ അവർ ഉമിത്തിക്കകത്ത് നീറുന്നത് പോലെ മുറിക്കാതിരിക്കരുത്. പ്രായമുള്ളവർ പിള്ളേരെ വളർത്തി പഠിപ്പിച്ചൊക്കെ ഒരു പുരുഷപ്രാപ്തിയാക്കിയില്ലേ, പിന്നെ അവർ വീട്ടിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിന് സുഖം ഉണ്ടാകണം, മനോസുഖം വർദ്ധിക്കണം. അവർക്ക് മനസ്സിന് സുഖം വന്നാൽ നമ്മുടെ സന്തതിക്കും അത് അനുഗ്രഹമാണ്. മനസ്സിലായോ? അപ്പനെ അമ്മയെ തീറ്റിക്കരുതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കളോട് പറയാം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. വൈര് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. ഇത് വലിയ കൽപ്പനയാ, പ്രമാണമാണ്, ഇത് കൽപ്പനയാ. പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേക്കണം. അപ്പച്ചൻ വരുന്നു, കാലം കയറ്റി വെച്ചിരിക്കുകയല്ല അപ്പച്ചനെ കാണുമ്പോൾ. എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. വഴിയെ കൂടെ ഒരു പുരുഷൻ പോയാലും വാദക്കൽ സ്ത്രീകൾ ഇരുന്ന് ഉടനെ എഴുന്നേക്കും. ഞങ്ങളുടെ വലിയമ്മച്ചൊക്കെ അങ്ങനെ പറയും, എഴുതി 2 ആണുങ്ങൾ വരുന്ന എഴുന്നേക്കാൻ പറയും. നമ്മുടെ വീട്ടിലോട്ടല്ല വഴിയേ പോകുന്നതാണ്, എന്നാലും ഉടനെ ഇന്നെങ്ങാനും ആണുങ്ങൾ വരുകയാണെങ്കിൽ അവൾ കുറച്ചുകൂടെ ഉയരത്തിലോട്ട് കയറിയിരിക്കും. അവൻ എടുത്ത് ചാടും കയ്യാലെന്ന്. പ്രായമുള്ള അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചു പെമ്പിള്ളാരെന്ന് ഉറക്കെ സംസാരിക്കുകയല്ല. അമ്മ പറയും, ചാൻ അവിടെ ഇന്ന് നേരെ തിരിച്ച് അച്ചായനോടാ, അവൾ അവിടെ ഉണ്ട്, എന്തായാലും എൻ്റെ ചെവിയിലോട്ട് പറ. അങ്ങനത്തെ കാലമാണ്. പണ്ട് അപ്പം ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ മിണ്ടുകയല്ല. കൊച്ചു പെമ്പിള്ളേർ നടമുറിക്കുന്ന ഇറങ്ങി വരുമ്പോൾ അമ്മ എടി ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോഴോ. കിച്ചാനെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് കിച്ചാനെ കനാലിൽ കളയാവോ, കാരണം അവൾക്ക് ആപ്പിനകത്തോടെ സാധനം ഇറങ്ങി വരിക. അങ്ങനെ കിച്ചാനെന്ന് പറഞ്ഞ് വാർക്കാരനെ അടിച്ചതിനെ വല്ലാത്ത കാലമാണ്. അപ്പനെയമ്മയും ബഹുമാനിച്ചോണം കേട്ടോ. അപ്പനോട് അമ്മയോടൊന്നും കയർത്ത് സംസാരിക്കരുത് കുഞ്ഞുങ്ങൾ. സ്തോത്രം. അപ്പനും അമ്മയ്ക്ക് ചിലപ്പോൾ 10 മക്കൾ കാണും. നീ ചെയ്യേണ്ട കടമ നീ തന്നെ ചെയ്യണം. അത്യാവശ്യമാണ്. 4-5 ആൺപിള്ളേരുള്ള വീട്ടിൽ ചിലപ്പോൾ ചില മരുമക്കൾ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾക്ക് മാത്രമേ അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ഇത്ര എണ്ണം. നിങ്ങളുടെ അനിയനല്ലേ ജോണ്, അവൻ എന്നിട്ട് ഇത്രയും. തങ്കച്ചന് നിങ്ങളുടെ അനിയനല്ലേ, സ്വന്തം അനിയൻ, അവർക്ക് ആർക്കും ഇത്രയും തണ്ണമില്ലല്ലോ. അപ്പനും നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾ പറയും. അപ്പനും അമ്മയ്ക്ക് 100 മക്കൾ കാണും, പക്ഷെ നീ ചെയ്യേണ്ട കടമ നീ തന്നെ ചെയ്യണം. വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റുള്ളൂ അല്ലേ? വിതയ്ക്കുന്ന കൊയ്യ. പിള്ളേർ നമ്മളെ കണ്ടല്ലേ വളരുന്നേ, നമ്മുടെ ക്രിയകൾ കണ്ടായി പിള്ളേർ. പണ്ടൊരു മോൻ അപ്പനോട് പറഞ്ഞു, അച്ചായ എനിക്കൊന്ന് അച്ചായനെ ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കണം. അപ്പനോട് എന്നെ ഡൗട്ട്, ഇന്നെങ്ങനെ ഞാൻ തന്നെയാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ അപ്പന് 68 വയസ്സ് കഴിഞ്ഞു. അപ്പം ചോദിച്ചു, എന്നെ നിനക്ക് അല്ല എനിക്ക് ഇന്ന് ഒരു ആഗ്രഹം, അച്ചായനെ നല്ലതുപോലെ എണ്ണ തേച്ച് കടവിൽ കൊണ്ടുപോയി. എന്നാൽ അപ്പനോട് തന്നാൽ ഇവൻ്റെ ആഗ്രഹമല്ല, എന്നാൽ ജോയിക്കുട്ടി എണ്ണ തേക്കാൻ പറഞ്ഞു. നല്ല നിറച്ച എണ്ണ വേവിച്ച് നന്നായിട്ട് തടകി. എന്നാൽ അപ്പം പറഞ്ഞു നമുക്ക് എന്നാൽ കടവിലോട്ട് പോകാം. ഇല്ല, തോളയിലോട്ട് കയറി കാണാൻ പറഞ്ഞു. അപ്പോൾ അപ്പന് പിന്നെ കടവിൽ വെച്ചൊരു ദൂരം പോകണം. അപ്പോൾ അപ്പനെ തോളെ കെട്ടിയപ്പോൾ അപ്പൻ ഇങ്ങനെ തോളത്തിരിക്കുക, ജോയിക്കുട്ടി നടക്കുക. അപ്പോൾ അപ്പനും എടുക്കനാ. അപ്പൻ ചോദിച്ചു, ജോയിക്കുട്ടി ഇന്ന് എണ്ണ തേപ്പിച്ച് തോളെ കയറ്റി കടവിൽ കൊണ്ട് കുളിപ്പിക്കാൻ നിനക്ക് ആഗ്രഹം വന്ന് നീ എന്നോട് സത്യം പറയുന്ന. അപ്പം കടവെടുത്തു, നടന്ന് കടവിൽ വന്നു. നീ എന്നോട് എന്താണെന്നില്ല സത്യം പറ. അപ്പം അവൻ പറഞ്ഞു, അച്ചായൻ
ചങ്കിന് കൊള്ളുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് സത്യം പറയാം. അജാനെ കുളിപ്പിക്കണമെന്നുള്ളത് ആഗ്രഹം, പക്ഷേ നന്നായിട്ട് കുളിപ്പിച്ച് കടവി മുക്കി കൊല്ലാൻ വേണ്ടിയാണ്. അന്നിപ്പോൾ 68 ഇനിയിപ്പോൾ ചുമയും ശ്വാസം മുട്ടലും ചൂടുവെള്ളം കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴും 2 ഫ്ലാസ്കിനകത്ത്. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തുറന്നങ്ങ് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. കടവിൽ ഉടനെ തോളത്തിരുന്ന് അപ്പൻ ഇറങ്ങാൻ പോവാ. അവനുടനെ കടവിലോട്ട് ഇറങ്ങാച്ചാന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല, അവിടെ നിൽക്ക്, ഒരു കാര്യം ചെയ്യണം, ഈ കടവിൽ വെച്ച് എന്നെ കുളിപ്പിക്കരുത്, എന്നിട്ട് അപ്പുറത്തെ കടവിൽ കൊണ്ടുപോകണം. ഉടനെ അവൻ ചോദിച്ചു അതെന്നാ? ഉടനെ അപ്പം പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പന് 78 വയസ്സുള്ളപ്പോൾ ഈ കടവിലാണ് ഇങ്ങനെ ഒന്ന് കുളിപ്പിച്ചത്. ആ കടവിൽ തന്നെ നീ എന്നെ നമുക്കൊന്ന് കടവ് മാറാം. പുള്ളിയുടെ അപ്പന് 78 പുള്ളി കുളിപ്പിച്ച്, പുള്ളിക്ക് ഇപ്പോൾ 68 ആയതേ ഉള്ളൂ. അപ്പം ജോയിക്കുട്ടി നിൽക്കുക കുളിപ്പിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വിതയ്ക്കുന്നത് കൊയ്യും. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും, പക്ഷേ നീതി വിതച്ചാൽ 100 മേനി നീതി നിനക്ക് കൊയ്യാം. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനെ അമ്മയും ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. ഇത് കൽപ്പനയാ. അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. സമയം പോകുന്നു. 4-ാം വാക്യം വായിച്ച മോളെ. ഇനി മാതാപിതാക്കളുണ്ട്. പിതാക്കന്മാരെന്ന് വിളിക്കുന്നെങ്കിൽ മാതാക്കളുണ്ട് അതിനകത്ത്. ആരമനെ സൃഷ്ടിച്ചപ്പം ഉണ്ടായിരുന്നല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും ഇനി മാതാപിതാക്കളുടെ ഒരു കാര്യം പറയാം. മക്കളെ കോപിപ്പിക്കരുത്. അപ്പനും അമ്മയും ചില കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, തൻ്റെ മക്കൾ തന്നോളമായ താനെന്ന് ചൊല്ലണമെന്നാ. പിള്ളേരോട് മുമ്പേ പറഞ്ഞ പോയിന്റ്, വേറെ കൃത്യം കാണിക്കരുത്, കൃത്യമായിരിക്കണം കാര്യം. മക്കളെ കോപിപ്പിക്കരുത്. ബാലശിക്ഷയിലും പത്യോപദേശ പിള്ളേരെ 119 സങ്കീർത്തനം കാണാതെ പഠിപ്പിക്കുന്ന നല്ല പ്രാധാന്യം പത്യോപദേശം പഠിപ്പിക്കുന്നതാ. 119 പഠിക്കുന്ന നല്ലതാ, സങ്കീർത്തനമല്ലേ. അതിലുപരി പത്യോപദേശം പഠിപ്പിക്കണം. മോളെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പ്രായമുള്ളവരെന്ന് എഴുന്നേക്കണം. പ്രായമുള്ളവരാണ്, അവർക്ക് ചായയോ കാപ്പിയോ കൊണ്ട് ചോദിച്ചു കൊടുക്കണം. ഊണിൻ്റെ സമയത്താണ് വന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവരോട് പറയണം, പച്ച കൈ കഴുകി വെച്ചിരിക്കാം. ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിച്ചെടുക്കണം. ഭിക്ഷക്കാർ വീട്ടിൽ വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിക്കണം. പത്യോപദേശം. നിങ്ങൾ വല്യമ്മച്ചോടൊന്നും കയറി പറയരുത് കേട്ടോ. അക്ഷരം വേണ്ടത് വല്യമ്മച്ചോ അപ്പച്ചനോടൊന്നും പറയരുത് കേട്ടോ. പിള്ളേരെ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങളല്ല. സ്തോത്രം. പത്യോപദേശത്ത് വളർത്തണം പിള്ളേരെ. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം. അത് വേണം, അത്യാവശ്യമാണ്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, കൊഞ്ചിക്കേണ്ട സമയത്ത് കൊഞ്ചിക്കണം, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. ശാസിച്ച് അമർത്തേണ്ട വിഷയം വരുമ്പം ശാസിച്ച് അമർത്തണം. ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. ഏലിക്ക് പറ്റിയ കുഴപ്പം ശാസിച്ച് അമർത്തിയില്ല. ശാസിച്ച് അമർത്താൻ കൊണ്ട് ആണ്ട പട്ട് കിടക്കുന്ന 2 എണ്ണം മരുമകൾ അവിടെ ലേബർ റൂമിൽ വെച്ച് പോയി. അപ്പൻ പുൽപ്പറ്റലിരിക്കായിരുന്നു, പുറകോട്ട് പോകണമെങ്കിൽ അടുത്ത് ഒടിഞ്ഞ് താണ്ട കിടക്കുന്നു. സ്തൂലിച്ചിരിക്കുകയായിരുന്നു. സ്തൂലിച്ച് കാരണം ചിക്കൻ എല്ലാം അടിച്ച് നല്ല സ്തൂലിച്ചിങ്ങനെ പെടലിയൊന്നുമില്ല. അവിടെ കിടക്കുന്നു. ശാസിച്ച് അമർത്തിയില്ല. അപ്പം ശാസിക്കേണ്ടതിൽ ശാസിക്കണം, ശാസിച്ച് അമർത്തേണ്ടതാണ് അമർത്തണം, അടിക്കേണ്ട വിഷയമാണ് അടിച്ചു വളർത്തണം. ഒലയ്ക്കൊക്കെ അടിക്കരുത്, നല്ല കമ്പ് കിട്ടും. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. ഡിഫൻഡർ അല്ല, അതൊക്കെ വേറെ കേസ്, അതൊക്കെ പോയല്ലോ. ബാലന് ശിക്ഷ കൊടുക്കാതെ ഇരിക്കരുത്. പൊട്ടിപ്പോകത്തക്ക തല്ലെന്ന. അപ്പം അടിയുടെ ഫോഴ്സ് വരെ സദൃശവാക്ക് ഏതായത്തിലടിക്കണം. ഭൈരവസത്തിലുണ്ട് അതൊക്കെ. ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം. ഇത് കൂടെ തല്ലുകയും ചെയ്യരുത്. എടുക്കുന്ന കൈ ഉച്ചക്കണ്ട പേടി പോവും. ചെല്ലു പറഞ്ഞു ഇങ്ങനെ ഈ കറണ്ട് അടിച്ച പോലെ നിൽക്കുന്നതാണ് അമ്മ. തല്ലത്തുമില്ല. പിന്നെയും കൊച്ചു അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കറണ്ട് അടി ഉള്ളതാണ് പറയും. പേടിയൊന്നും മേടിക്കാൻ. തല്ലുന്ന വിഷയം ഇന്ന വിഷയത്തിനാണ് നിന്നെ തല്ലുന്നെന്നും പറയണം. ഇന്ന കാര്യത്തിനാണ് നിന്നെ ശിക്ഷിക്കുന്നത്. ഇനി അത് ആവർത്തിക്കരുത്. കർക്കശമായി പറഞ്ഞു വേണം. പിള്ളേർ തെറ്റ് ചെയ്ത് അനുകൂലിക്കരുത്.
അപ്പൻ്റെ കുറ്റമോ അമ്മയുടെ കുറ്റമോ പിള്ളേർ പറയുമ്പം അമ്മയുടെ അടുക്ക വന്ന് അപ്പൻ്റെ കുറ്റം പറഞ്ഞ് അന്നേരം അടി കൊടുത്ത് ശാസിക്കണം. അപ്പൻ്റെ അടുക്ക വന്ന് അമ്മയുടെ കുറ്റം പറയുമ്പം അടിക്കണം. അമ്മയുടെ അടുക്ക വന്ന് പറയാം ഈ പപ്പായുടെ കാര്യം നിനക്ക് ഇപ്പോഴേലും പിടി കിട്ടിയല്ലോ, കുപ്പായുടെ കാര്യം പിടി കിട്ടിയല്ലോ. അതെനിക്കറിയാം, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഭാര്യയുടെ കുറ്റം വന്ന് അമ്മയുടെ കുറ്റം വന്ന് അപ്പനോട് പറയും, പപ്പ ഈ മമ്മി എന്നെ എങ്ങനെ, നിനക്കിപ്പോൾ തോന്നിയില്ലേ ഇവളെയാ ഞാൻ 22 കൊല്ലമായിട്ട്. അമ്മയുടെ കുറ്റം വന്ന് പിള്ളേർ പറയുമ്പോൾ അപ്പൻ ശാസിക്കണം, മിണ്ടിപ്പോരുതെന്ന് പറയണം. അപ്പൻ്റെ കുറ്റം വന്ന് അമ്മയോട് പറയുമ്പോൾ വേണ്ട 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 നിർത്ത്. എന്തുവാ ഈ സമയം പറയണേ? അല്ല നിങ്ങൾ പിന്നെ പറയരുത്. അയാൾക്ക് ആളിനെ കണ്ടപ്പോൾ ഇളക്കം കയറി അയാളങ്ങ് പോയി. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാ. പിന്നെ യോഗം തുടങ്ങാനൊരു സമയമുണ്ട്, പിന്നെ എല്ലാത്തിനും സമയമില്ലേ? ഞങ്ങൾക്ക് തിരിച്ച് പോകാനും ഒരു സമയം. ദൈവത്തിന് മഹത്വം. അപ്പനെ അമ്മയും പിള്ളേരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. പിള്ളേർ തെറ്റ് ചെയ്ത് അനുകൂലിക്കരുത്. ചില പിള്ളേർ കള്ളത്തരം കാണിക്കും, അന്നേരം നിർത്തിയാക്കണം. എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞൊരു സംഭവം. 2 പിള്ളേർ ഇപ്പോഴല്ല പണ്ട സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വന്നപ്പം കണ്ടത്തിൽ പച്ചക്കറി, കണ്ടം വഴി വേണം വരാൻ, വയൽ പച്ചക്കറി കൃഷി, പടവളവും പാവലും കോവയ്ക്കായും പയറും ഒക്കെ ഇങ്ങനെ ധാരാളം. അപ്പോൾ ഞാൻ പിള്ളേർ 2 മിടകന്മാരാ. അമ്മമാർ ആ പാവൽ തോട്ടം അവിടുന്ന് മുഴുത്ത പാവയ്ക്ക 3-4 എണ്ണം മൂട്ടിച്ചു. അത് കിടക്കുന്ന കണ്ടാൽ മൂട്ടിക്കാൻ തോന്നും. അമ്മ മൂട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ചോദിച്ചു എവിടെ നിന്നാണ് പാവയ്ക്ക? ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഒരാൾ തന്നതാ. ആര് തന്നു? അതും അവിടെ നിന്ന് അച്ചായൻ, ഏറച്ചായൻ. അതും അവിടെ തോർത്തുമൊക്കെ തലയെ കെട്ടി തന്ന അച്ചായൻ. ഏത് തോർത്ത്? തലയെ കെട്ടി. പറടാ എവിടെ നിന്നാണ് ഇത്? അത് ഇവനാ ഇത് പറിച്ചത്. നീ പറിച്ചില്ലേ? ഞാനാ ചെറുതാ പറിച്ചത്. അവനാ വലുത് 2 എണ്ണം. കള്ളത്തരം പിടിച്ചു. എന്തിനാ ഇത് പറിച്ചു? പാവയ്ക്കാൻ നല്ലതാമേ. അപ്പം അമ്മ ചോദിച്ചു നിനക്കിഷ്ടമാണ്? എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ഇഷ്ടമാണേ. ഈ അമ്മ ചെയ്തത് നടന്ന കാര്യമാണ്. എൻ്റെ വല്യമ്മച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു, കറച്ചട്ടിക്കകത്തോട്ട് ഇട്ട് ഒരല്പം വെള്ളം ഇട്ടു, ഉപ്പൊന്നും ചേർത്തില്ല, പറ്റിച്ചു. 2 ഇല വെട്ടി, 3-4 പാവയ്ക്കായില്ലേ, 2 ഇല വെട്ടിയിട്ട് തുടച്ച് 2 അമ്മമാരി അങ്ങോട്ട് ഇരുത്തി പാവയ്ക്ക 2 ഇലയിലോട്ട് വിട്ട് മുഴുത്തൊരു കാപ്പിക്കമ്പ് കൊടുത്തുണ്ടെന്ന് കഴിക്കടാന്ന് പറഞ്ഞു. ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? ഉപ്പ് പോലും ചേർക്കാത്ത പാവയ്ക്ക, കൈപ്പന്തൊരു പാവയ്ക്ക ഒരു കണ്ണം എടുത്ത് കഴിച്ചപ്പോഴേ പരുവക്കേടായി, കഴിക്കുന്നില്ല. അടിച്ചു, കുഴഞ്ഞു. 3-4 അടി 2 കൊടുത്തു. ഇനി മോട്ടിക്കോടാന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എവിടുന്നേലും മോട്ടിക്കോടാ? ഇല്ല. എന്തെങ്കിലും മോട്ടിക്കോടാ? ഇല്ല. അടിച്ചു. ആ ചട്ടിക്കകത്തോട്ട് പാവയ്ക്ക കുടഞ്ഞിട്ടു. മൂത്തവൻ്റെ തലയെ വെച്ച് കൊടുത്തു. ഇളയവനെ നടത്തി. അമ്മ തന്നെ 2 കൂടെ കൊണ്ടുപോവുക പാവയ്ക്ക പറിച്ചെടുത്തോട്ട്. അവിടെ ചെന്നപ്പോൾ കൃഷിക്കാരൻ അന്തം വിട്ടുപോയി. ഇടയ്ക്ക് അടിക്കുന്നുണ്ട്, കരഞ്ഞോണ്ടാ. അവിടെ കൊണ്ടുവന്നു. അയാൾ ഓടി വന്നു. അയ്യോ എന്തുവാ? അതേ അമ്മ 2 4 മണി വിട്ട് പോന്നപ്പോൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന പാവയ്ക്കായ മോട്ടിച്ചതാ. അപ്പം കൃഷിക്കാരൻ അയ്യോ എന്തിനാ കുഞ്ഞുങ്ങളത്, അതുങ്ങൾ ഇഷ്ടത്തിന് ആഗ്രഹത്തിനല്ലേ 2 എണ്ണം പറിച്ചത്, അതിനിങ്ങനെ ചെയ്യണം, അത് മോശമായി പോയി. 2 കൊണ്ട് പറിച്ചുകൊണ്ട് പോകും. അടിച്ചു. അയാളുടെ മുന്നിലിട്ട് 2 അടി അടിച്ചു. അന്നേരം അയാൾ കയറി വടിക്ക് പിടിച്ചു. പിന്നെ അടിക്കാൻ വന്നപ്പം അടിച്ചു. ഇച്ചിരി താമസിക്കുമെന്ന് പറ. പുള്ളി പയ്യ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ശ്രദ്ധിച്ചേ, അടിച്ചു. അപ്പം ഈ കൃഷിക്കാരൻ പറഞ്ഞു അയ്യോ കൊച്ചുങ്ങളെ അത്ര അടിച്ചത് മോശമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മയുടെ ഡയലോഗാണ്, അതാ വല്യമ്മച്ചി എന്നെ പഠിപ്പിച്ചേ. അമ്മയുടെ ഡയലോഗാണ് അതേ, ഇപ്പം ഞാനിവരെ അടിച്ചാൽ നാട്ടുകാർ പിന്നെ തല്ലുന്നത് ഞാൻ കാണേണ്ടി വരികയല്ല. പ്രായമാകുമ്പോഴേ
ഇപ്പം ഞാനിവരെ 2 അടി അടിച്ചാൽ ഇവർ വളർന്നു വരുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ കൂട്ടം കൂടി ഇവരെ തല്ലുന്നത് ഞാൻ കാണത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ അടിക്കാതെ വിട്ടാൽ എൻ്റെ കണ്ണു മുമ്പിലിട്ട് നാട്ടിലുള്ളവരെല്ലാം കൂടെ പൊതിരെ തല്ലുന്നത് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായോ? അങ്ങനെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തണം. സ്തോത്രം. ഇവർക്കൊക്കെ കുറച്ചുകൂടെ ഞാൻ പറയുന്നത് മനസ്സിലാകും. പണ്ടൊക്കെ സന്ധ്യയ്ക്ക് വീട്ടിൽ പാട്ട് പാടി പ്രാർത്ഥിച്ചില്ല, കഞ്ഞി കൊടുക്കുകയല്ല, ഉറക്കെ പാടുകയും ചെയ്യണം. സ്തോത്രം. അങ്ങനത്തെ അവർക്കാർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ആട്ടെ, മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും. ഇനി ദാസന്മാരോട് കാര്യം പറഞ്ഞു. വായിച്ചേ 5-ാം വാക്യം. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയും ഭയത്തോടും. ഒരു സഭയിൽ യജമാനനും ദാസനുമുണ്ട്. മുതലാളിയും തൊഴിലാളിയും ഒരു സഭയിലാണ് കൂടുന്നത്. ആ തൊഴിലാളി യജമാനനോട് നല്ല രീതിയിൽ ഇടപെട്ടോണം. സഭാവിശ്വാസിയാണെന്ന് പറഞ്ഞ് കൂടെ ചെന്ന് കടം മേടിക്കുകയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം. അല്ല പിന്നെ പുള്ളി മനസ്സറിഞ്ഞ് ചെയ്യുന്നെങ്കിലും ഓക്കെ. അടുത്ത വാക്യം വായിച്ചേ മോളെ. ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാൽ അല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിക്കും. അങ്ങനെ വേണം യജമാനന്മാരെ സേവിക്കാൻ. ദാസന്മാര് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ കൂടെ ചെന്ന് ഉപദ്രവിക്കരുത്, അവർക്കെതിരെ സമരം ചെയ്യാൻ ആൾക്കാരെ സംഘടിപ്പിക്കരുത്. ആടാ ജോർജ്, കൊടിയുണ്ട്, നമുക്ക് ഇന്ന് തന്നെ അവിടെ ധർണ നടത്തണം. ഇയാളെ എങ്ങനെ മനസ്സിലായോ? ഇനി 9-ാം വാക്യം വായിച്ച വിവരിക്കാൻ നേരമില്ലല്ലോ. യജമാനന്മാരെ പിന്നെ മുതലാളിമാരോട് പറയാം, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുക. വേലക്കാരുടെ നല്ല രീതിയിൽ പെരുമാറണം. വളിച്ചതും വിളിച്ചോന്നും വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് കൊടുക്കരുത്. ഫ്രിഡ്ജിനകത്ത് വെച്ച് 3 ആഴ്ചയായി വളിച്ചു, ഒരു നാറ്റവും. ആർക്കും നിനക്ക് വേണം, എനിക്ക് വേണ്ട, അവർക്ക് വേണം, എനിക്ക് വേണ്ട, അതൊക്കെ വേണം, എന്നാ പട്ടിക്ക് കൊടുക്കുക. പട്ടി ഇങ്ങനെ പട്ടിയും പുറകോട്ട് വലിഞ്ഞു. എന്നൊരു കാര്യം മാറ്റി പോയി, തറ തുടയ്ക്കാൻ പറ്റുന്ന തങ്കയ്ക്ക് കൊടുക്കാം. തറ തുടയ്ക്കാൻ പറ്റുന്ന അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. ഈ വീട്ടിൽ ജോലിക്ക് വരുന്ന പ്രായമുള്ള അപ്പം കാണും, തെങ്ങിന് തടവെടുക്കാൻ. അടുക്കള ജോലി ചെയ്യാൻ വരുന്ന അമ്മമാരും സഹോദരിമാരും കാണും. കൊച്ചു പിള്ളേരെ കൊണ്ട് അവരെ പേര് വിളിപ്പിക്കരുത്. കൊച്ചു പിള്ളേരെ കൊണ്ട് അവരെ തെങ്ങിന് തടവെടുക്കാൻ വന്നൊരു അപ്പൻ വേലയ്ക്ക് വന്നതാ. 75 വയസ്സ്. 12 വയസ്സുള്ള കൊച്ചൻ, ജോർജേ കാപ്പി, ജോർജ്. അഥവാ പിള്ളേർക്ക് അറിയാൻ പാടില്ല, വിളിച്ചാൽ പ്രായം, എടാ അപ്പച്ചാന്ന് വിളിയടാന്ന് പറയണം, ഇല്ല ജോർജാന്ന് വിളിയടാ, പറഞ്ഞ് ശീലിപ്പിക്കണം. മനസ്സിലായോ? അടുക്കളപ്പണിക്ക് വരുന്ന അമ്മയായിരിക്കും, അവരുടെ സാഹചര്യം കൊണ്ടാണ് ജോലിക്ക് വരുന്നത്. പിള്ളേരെ കൊണ്ടൊന്നും പേര് വിളിപ്പിക്കരുത്. സ്തോത്രം. അവരുടെ നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. വീട്ടുവേലയ്ക്ക് വരുന്നവരോട് നല്ല കരുണയോടെ ഇടപെടണം കേട്ടോ. വീട്ടുവേലക്കാരും അങ്ങനെ ആയിരിക്കണം, അടിച്ചു മാറ്റരുത്. 12 പ്ലേറ്റ് ഉണ്ടായിരുന്നു, 1 എടുത്ത് മാറ്റി. സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്ന് ഓർത്തോണം. മുതലാളിമാരും അങ്ങനെ ആയിരിക്കണം. ചിലർ വീട്ടു ജോലിക്ക് വന്ന് ആരെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഉടനെ വാഷിംഗ് മെഷീൻ കേടാകും. അവൾ നിന്ന് അലക്കുക. മിക്സി വർക്ക് ചെയ്യുന്നില്ല, വേലക്കാരി വന്നേ പിന്നെ. മനസ്സിലാകുന്നുണ്ടോ എന്നാന്ന്? അങ്ങനെയുള്ള വീടുകളും നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും വേലക്കാർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുത്തോണം. വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ പ്രശ്നക്കാരാന്നല്ല ഈ പറഞ്ഞത്. മനസ്സിലായോ? ജോലിക്കാർക്ക് ചാറും പുളിയും, വീട്ടുകാർക്ക് മാത്രം മീൻ്റെ കഷണവും. നിങ്ങളുടെ അവരുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. പണ്ട് ഞങ്ങളുടെ കുട്ടനാട്ടിലെ വീട്ടുപേര് പറയുന്ന മോശമാണ്, ഇത് പിടിക്കുന്നത് കൊണ്ട് അവരെങ്ങാനും കേൾക്കുകയാണ്. അത് പിന്നെ ഒരു വെറുതെ ഇടർച്ച. വീടും ആളുമൊക്കെ എനിക്ക് നല്ല തിട്ടമാണ്.
അപ്പോൾ ആ വീട്ടിലെ മുതലാളി നല്ല മനസാക്ഷിയുള്ളവനാണ്. മുതലാളി വേലക്കാരോടൊക്കെ നല്ല കരുണയും ദയുള്ള. തള്ളച്ചി അഹങ്കാരിയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പല്ലേ. അപ്പം ഊണിൻ്റെ സമയമായപ്പം ഉച്ചയ്ക്ക് മുതലാളി തിണ്ണയിലുണ്ട്, വലിയ തിണ്ണ, നെടുതീളം തിണ്ണയാണ്, കസാരയും മേശയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തള്ള മുതലാളിക്ക് വീട്ടിലെ കാരണവർക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. അന്നൊക്കെ വസ്തി ഇവിടെ എന്നാ പറഞ്ഞിരത്തില്ല, വസ്തി എസ്തറിൻ്റെ പുസ്തകത്തിലേ അല്ല, കുപ്പിപ്പാത്രം. പീലീസ് ഉണ്ട് കൂട്ടാൻ വെക്കാൻ, പീലീസ് ഇവിടെ അങ്ങനെ പറയാൻ അറിയത്തില്ല, പീലീസ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ പീലീസ് എന്നാണ്. ഇപ്പോൾ ഒരു സോസർ, പണ്ട് പീലീസ്. അപ്പം 2-3 പീലീസിനകത്ത് കറി, ഒരു കുഴിവെള്ള ഈ കുപ്പിക്കോപ്പ എന്ന് പറയും, കുപ്പിക്കോപ്പ. കുപ്പിക്കോപ്പ. ആ കോപ്പയുടെ മേളിൽ ഇങ്ങനെ പച്ച കളറിലെ ഡിസൈനും ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ചാറോട് കൂടിയ മീൻ കറി, വീട്ടിലപ്പന് മുതലാളിക്ക്, കുട്ടനാടല്ലേ, കരിമീനും മാങ്ങായും കൂടെ പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചതാണ്. ഉപവാസപ്പാടത്തേക്ക് ഇതൊന്നും പറയരുതാത്തതാ. കരിമീനും നല്ല കിളിച്ചുണ്ട മാങ്ങായും പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചതാണ്. അത് ഈ മുതലാളിക്ക് കുപ്പിക്കോപ്പയ്ക്കകത്ത് വലിയ കോപ്പയാണ് കരിമീനും. അപ്പോൾ ഈ ജോലിക്കാരനുണ്ട് ചാക്കോ, വലിയ തിണ്ണയും ഇളം തിണ്ണയും ഉണ്ട്. അപ്പോൾ ചാക്കോയ്ക്കും കൊണ്ട് ചോറ് കൊടുത്ത് ഇളം തിണ്ണ താഴെ, മുതലാളി മേളിൽ കസേരയും, ചാക്കോ താഴെ ഇളം തിണ്ണ. അപ്പോൾ ചാക്കോയ്ക്ക് തള്ള മാങ്ങായും ചാറുവേ കൊടുത്തോളൂ. മുതലാളിക്ക് ഇതങ്ങോട്ട് അറിയത്തുമില്ല. മുതലാളി നല്ല മനുഷ്യനാണ്. അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരുന്നപ്പം പച്ചത്തേങ്ങ അരച്ച് നല്ല കറിയല്ലേ, പുള്ളി കഴിച്ചുകൊണ്ടിരുന്നപ്പം ചോദിച്ചു, എടാ ചാക്കോ എങ്ങനെയുണ്ടടാ കറി എങ്ങനെയുണ്ട്, ചാറ് കറി. അന്നേരം ഈ തള്ളേ നടന്നു വന്നു. അണേ ചാറ് കറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അല്ല പറഞ്ഞേ. അണേ ചാക്കോ നല്ല കൂർമ്മബുദ്ധിക്കാരനാ. ചാക്കോ ചോദിച്ചു, കൊച്ചമ്മേ ഈ മാങ്ങ നമ്മുടെ ആ ആറ്റുതട്ട നിന്ന മാവിലെയാണോ? ഉടനെ കൊച്ചമ്മ, നിനക്കെങ്ങനെ മനസ്സിലായി? മാങ്ങായ്ക്ക് മീൻ്റെ മണം വരുന്നു. മാങ്ങായ്ക്ക് കരിമീൻ്റെ മനസ്സിലായോ? നമ്മുടെ ആറ്റുതട്ട നിന്ന് കിളിച്ചോണ്ട മാവിലെ മാങ്ങായ ഇതല്ലേ? അതിനാ നിനക്ക് അങ്ങനെ മനസ്സിലായി? നീ പറമ്പിൽ പണിയല്ല. അല്ല മാങ്ങായ്ക്ക് കരിമീൻ്റെ മണം. ആ മുതലാളി നല്ല മനുഷ്യൻ. അയാൾ അടുക്കളയിലോട്ട് കയറിയ കറച്ചട്ടിയും കറി അതുപോലെ എടുത്ത് ഒറ്റ അടിക്ക് പൊട്ടിച്ചു. ആരുവിനെയും കൂട്ടണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അയാൾ അടുക്കളയിലോട്ട് കയറി ആ കറച്ചട്ടിയും കറിയും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതിലോട്ട് മുറ്റത്തോട്ട് ഒറ്റ അടിക്ക് പൊട്ടിച്ചു. ഇവിടെ ആരുവിനെ ഇത് കൂട്ടണ്ടെന്ന് പറഞ്ഞു. പറമ്പിൽ പണിയെടുക്കുന്നവന് നീ ഒരു കഷ്ണം മീൻ പോലും കൊടുക്കാതെ. അങ്ങനെയുള്ള നല്ല മുതലാളിമാരുമുണ്ട്. മുതലാളിമാരെല്ലാം ചീത്തയല്ല, മനസ്സാക്ഷിയുള്ളവരുമുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓടിച്ചവസാനിപ്പിക്കാം. ആദ്യം ഭാര്യയെ വിളിച്ചു, പിന്നെ ഭർത്താവ്, പിന്നെ മക്കളെ, പിതാക്കന്മാരെ, ദാസനെ, യജമാൻ, 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. ഇവർക്കുള്ള നിർദ്ദേശമെല്ലാം കൊടുത്തിട്ടാണ് 10ാം വാക്യത്തിൽ പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും എന്ന് പറഞ്ഞാൽ 6 ഗ്രൂപ്പുകാർ: ഭാര്യ, ഭർത്താവ്, മക്കള്, പിതാക്കന്മാർ, ദാസന്മാർ. ഇന്ന് ലോകത്തിൽ പറക്കുന്ന സകല മനുഷ്യവർഗവും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. ഒന്നെങ്കിൽ നീ ഭാര്യയുടെ വശത്ത്, അല്ലെ ഭർത്താവിന് നല്ല, അല്ലെ മക്കളുടെ വശം, അല്ലെ പിതാക്കന്മാരുടെ തത്തിക, അല്ലെങ്കിൽ ദാസൻ, അല്ലെ യജമാൻ എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തോടും ആ പൗലോസ് ഇത് പറഞ്ഞേക്കുന്നത്. കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം, മുഴു ലോകത്തോടും. ഇന്ന് രാത്രി നമ്മോടും ഈ സന്ദേശമാണ്. ഒടുവിൽ കർത്താവിലും അനുബലത്തിലും എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഭദ്രമായിട്ട് പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെട്ടോണം. നിന്റെ മക്കൾ നിന്നോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മാതാപിതാക്കളെല്ലാം ആത്മാവിൽ ബലപ്പെട്ടോണം. മാതാപിതാക്കൾ മക്കളോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മക്കളെല്ലാം ആത്മാവിൽ ബലപ്പെട്ടോണം. ദാസന് യജമാനന് സഹവർത്തിത്വം പുലർത്തി പോകണമെങ്കിൽ 2 കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഈ അന്ത്യകാലത്ത് പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും ആവശ്യം ആത്മബലമാണ്. കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, ഫിനാൻഷ്യലായിട്ടുള്ള ബലമൊന്നുമല്ല. നമുക്ക് ആവശ്യം ആത്മബലമാണ്. ഇത് വല്ലാത്ത ദുഷ്ടലോകമാണ്, പാപലോകമാണ്, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള വല്ലാത്ത ലോകമാണ്. അന്ത്യകാലമാണ്. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അമ്പ് പറയുന്നവരും ദൂഷകന്മാരും നന്ദി കെട്ടവരും ഇന്ദ്രിയമില്ലാത്തൊരു ഭോഗപ്രിയരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും, അങ്ങനൊരു കാലമാണ്.
ഈ കാലത്തിൽ എനിക്ക് നിങ്ങൾക്ക് ആവശ്യം കായബലമല്ല, ആത്മബലമാണ്. അതാ പൗലോസ് പറഞ്ഞ ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തി. ഇത് എഫെസോസിലുള്ളവരോടാണ് ഇത് പറയുന്നത്. അതിന് കാരണം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. 9:05 ഉണ്ടല്ലോ. ആട്ടെ, ഉള്ളതാട്ടെ. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും. ഇത് എഫെസോസിലെ വിശ്വാസികളോട് പറയാൻ ഒത്തിരി കാര്യമുണ്ട്. 1-2 കാര്യം പറയാം. ഒന്നാമത്തെ കാരണം, എഫെസോസ് പട്ടണത്തിലുള്ള ഈ സഭ പോരാട്ടങ്ങളുടെ നടുവിൽ തുടങ്ങിയ സഭയാണ്. അപ്പൊല്ലോസ് കൊടുത്തിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവർ ഇതിപ്പം ഓട്ടോ എല്ലാം കണ്ടപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ? ഉടനെ അവർ പിന്നെ ഞങ്ങൾ എ.ഡി. മോസസിൻ്റെ കാലത്ത് നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ. നാഗൽ സാഹിബിനെ കേട്ടിട്ടുണ്ടോ? നാഗൽ സാഹിബ് സാഹിബ് വാണിയംകുളത്തിൽ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. പഴയ വിശ്വാസം. ഉടനെ പൗലോസ് ചോദിച്ചു, അതെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? ഉടനെ അവർ ഉണ്ടെന്ന് പോലും ഞങ്ങൾ പരിശുദ്ധാത്മാവോ എന്തോ? ഉടനെ പൗലോസ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലെന്ന് ഇവർ പറഞ്ഞപ്പം തമ്പെറിഞ്ഞോട്ടെടുക്കാനല്ല പറഞ്ഞത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്നാണ് ചോദിച്ചത്. കാരണം കുറഞ്ഞ പക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കണ്ടേ പിതാവിൻ്റെയും. ഇവർ പറഞ്ഞ ഉണ്ടെന്ന് പോലും അതാ വെച്ചാൽ സ്നാനം ഏതാ? കാര്യങ്ങളെല്ലാം പറഞ്ഞു, ബോധ്യപ്പെടുത്തി, ഉപദേശം പറഞ്ഞു, പ്രമാണമെല്ലാം പറഞ്ഞു. ഒടുവിൽ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞു, പ്രവചിച്ചു. എല്ലാം കൂടെ ഏകദേശം 12 പുരുഷന്മാർ. അങ്ങനെയായി സഭ തുടങ്ങുന്നത്. അപ്പം ഈ സഭയോട് കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടാൻ പറയാനുള്ളതിൻ്റെ പ്രഥമ കാരണം പറയാം. എഫെസോസ് പട്ടണത്തെ പറ്റി പഠിക്കുമ്പോൾ മന്ത്രവാദികളുടെ ഈറ്റില്ലമ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളുണ്ട്. ഇങ്ങനെ നെടുക നടക്കുക. മനസ്സിലായില്ലേ? മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം, ദേശാന്തരികൾ. അപ്പം മന്ത്രവാദികളുടെ ഈറ്റില്ലമായ പട്ടണത്തിൽ ഈ സഭ മുൻപോട്ട് പോകണമെങ്കിൽ ആത്മാവിൽ ബലപ്പെട്ടോണം. പിന്നെ ചപ്പളാത്തി കയ്യടിയല്ല അങ്ങ് നിർത്തണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. യോധനം എന്നെ സ്തുതിക്കുന്നു. പരിപാടി നടക്കത്തില്ല, വിജയിക്കത്തില്ല. മന്ത്രവാദികൾ തിങ്ങി പാർക്കുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി അത്യാവശ്യമാണ്. ഈ പാലക്കാട്ട് ഉള്ള ദൈവകുഞ്ഞുങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആത്മശക്തി അത്യാവശ്യമാണ്. ഉഴപ്പം പെന്തിക്കോസ് കൊണ്ടൊന്നും വിജയിക്കത്തില്ല. ശരിക്ക് കൈയടിച്ച് പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. ഉഴപ്പിയാൽ പരിപാടി വിജയിക്കത്തില്ല. അപ്പം മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം. ആ 13-ാം വാക്യം വായിച്ചേ മോളെ. 19:13 അപ്പോസ്തല പ്രവൃത്തി. എഫെസ്യ ലേഖനത്തിന്റെ 6 അധ്യായമല്ലേ ഉള്ളൂ. എഫെസ്യർ 19:13 അപ്പോസ്തല പ്രവൃത്തി. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ. അപ്പൊ മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം. ഈ മന്ത്രവാദികൾ എന്ന് പറഞ്ഞ് യഹൂദന്മാർ വരെ മന്ത്രവാദിയാ. അടുത്ത പറഞ്ഞു അങ്ങനല്ലേ മോളെ? വായിച്ചേ. മന്ത്രവാദികളായ ചില മന്ത്രവാദികളാകുന്ന ചില യഹൂദന്മാർ. കണ്ടോ, യഹൂദന്മാരെ ഈ പട്ടണത്തിൽ മന്ത്രവാദികളാണ്. അപ്പൊ പിന്നെ ജാതികളുടെ കാര്യം പറയാനുണ്ടോ? യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമാ, ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താ, ദൈവം തെരഞ്ഞെടുത്ത ജനമാ. ഇതുപോലെ സേട്ട ജാതി വേറെ എവിടെ ഉള്ളെന്നാ? അങ്ങനെയുള്ള യഹൂദന്മാരിപ്പം മന്ത്രവാദമാ. അതും പുരോഹിതന്റെ പിള്ളേരാ. സ്കേവ 7 പിള്ളേര്, അവന്മാർ 7 ശുദ്രം ചെയ്യുന്നവരാ. മഹാപുരോഹിതന്റെ പിള്ളേർ ഇന്ന് അങ്ങനെ. പിന്നെ ലോക്കലിന്റെ കാര്യം പറയാനുണ്ടോ? ഉണ്ടോ? പുരോഹിതന്റെ പിള്ളേരെ മന്ത്രവാദം ചെയ്യുക. വിശ്വാസി ഇങ്ങനെ പിന്നെ അവിശ്വാസിയുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അക്രൈസ്തവനോ ഹൈന്ദവനോ അല്ലെ മറ്റുള്ളവൻ കേസ് മഴക്കുമായിട്ടങ്ങ് വാശം കേട്ട് കോടതി കയറി ഇറങ്ങി അവനങ്ങ് മടുത്ത്. പിന്നെ അവർ പറഞ്ഞു നമുക്കിനി കേസിന് മഴക്കിന് പോകണ്ട, നമുക്ക് അവിടെ പെന്തിക്കോസ്കാരുടെ സഭയിലോട്ട് പോയി പ്രാർത്ഥിക്കാം. അതാ നല്ലത്. അവർ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് സഭാഗോളിലോട്ട് വന്നപ്പോൾ സഭാഗോളിൽ നിന്ന് 3 പേര് ഇറങ്ങിപ്പോന്നു. അതാരാ സെക്രട്ടറി, അതോ ട്രഷറർ, അതാരാ കമ്മിറ്റി? എവിടെ പോവാ? അവർ കേസ് കൊടുക്കാൻ പോവാ. മറ്റൊരു കേസും കോടതി നിർത്തിയേച്ച് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചേച്ച് നമ്മുടെ സഭയിൽ ആര് വരും? അവിടെ നമ്മൾ കർത്താവേ പാലക്കാടിനെ വിടിവിക്കണമേ, അനേകർ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത അനേകർ ചുമ്മാ നാമോങ്ങുന്നത് പോലെ ഇരുന്ന് കുരുക്കല്ല ഒപ്പിച്ചേച്ച് നമ്മളെ കണ്ടു വേണ്ടേ അവർ വരാൻ?
വേണ്ടേ? യഹൂദന്മാർ വരെ മന്ത്രവാദികളാ. അപ്പൊ പിന്നെ ജാതികളുടെ കാര്യം പറയാം. ഞാൻ എപ്പോഴും പറയും, ചുമ്മാ ഇരിക്കുമ്പോൾ കടിച്ചും ചവച്ചിരിക്കുന്ന അണ്ണാച്ചി കപ്പലണ്ട് കണ്ടാ വെച്ചേക്ക് പോന്ന്. ചുമ്മാ ഇരിക്കുമ്പോൾ ഇരിക്കുക. അവിടെ കടല കൊടുത്താലോ? ചുമ്മാ ഇരിക്കുമ്പോൾ ചവച്ചിരിക്കുക. ആടെ കുമ്പിൾ കൊത്തി കടല കൊടുത്താലോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. പ്രമാണമുള്ള യഹൂദന്മാരെ മന്ത്രവാദം ചെയ്യുന്നത്. അപ്പം മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ് എഫെസോസ് പട്ടണം. ഇനി ഒന്നും രണ്ടും മന്ത്രവാദികളല്ല, അനേകം മന്ത്രവാദികളുണ്ട്. അവിടെ ഒരു പ്രയോഗമുണ്ട് മോളെ. ആ 19-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലൊരു പദമുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പലരും. അത് മാത്രം ഒന്ന് വായിച്ചേ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും മതി. അപ്പൊ ഒന്നും രണ്ടും അല്ല, അനേകം ഈ പട്ടണത്തിലുണ്ട് മന്ത്രവാദം ചെയ്യുന്നവർ. പലരും, ഒന്നോ രണ്ടോ ആയിരുന്നേ സഹിക്കാം. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന, അപ്പൊ ഈ പട്ടണത്തിന്റെ പ്രകൃതിയാ. ഒന്ന്, മന്ത്രവാദികളുടെ ഈറ്റില്ലം. അത് ഒന്നും രണ്ടും മന്ത്രവാദിയല്ല, അനേക മന്ത്രവാദികൾ. ഇനി എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒന്നും രണ്ടും മന്ത്രവാദിയല്ല, അനേക മന്ത്രവാദി. ലൊട്ടിലൊടുക്ക് മന്ത്രവാദിയല്ല, പൂവൻകൊള്ളിലെ പടലിക്ക് പിടിച്ച് പെരക്കൂറ്റി ഓടുന്ന മന്ത്രവാദിയല്ല. 2 വാഴത്തടയും വെട്ടി തീർന്ന മന്ത്രവാദം. മണികിലേക്ക് പെരക്കി വിറ്റു, അങ്ങനത്തെ മന്ത്രവാദിയല്ല. പുസ്തകങ്ങൾ വെച്ച് പഠിച്ച മന്ത്രവാദികൾ, സ്റ്റാൻഡേർഡുള്ള മന്ത്രവാദത്തിൽ ബിരുദമുള്ളവരാ. ആ വാക്യം 19-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്നു പലരും തങ്ങളുടെ അപ്പൊ ശ്രദ്ധിച്ചേ, പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികളാ, അല്ലാതെ ലൊട്ടിലൊടുക്കല്ല. പുസ്തകങ്ങൾ വെച്ച് വിലയുള്ള പുസ്തകമാണ്. കാരണം അത് കത്തിച്ചു കഴിഞ്ഞപ്പം അതിന്റെ വില ഞങ്ങളുടെ കണക്ക് കൂട്ടിയ 50,000 വെള്ളിക്കാശ്. അന്നത്തെ 50,000. അപ്പൊ കോടിക്കണക്കിന് വില മതിക്കുന്ന ഈടുറ്റ മന്ത്രവാദത്തിന്റെ ഗ്രന്ഥം വെച്ച് പഠിച്ച എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിൽ ബിരുദമുള്ളവരാ. അല്ല, ചുമ്മാ കൊച്ചു മന്ത്രവാദിയൊന്നുമല്ല. അപ്പൊ മന്ത്രവാദികളുടെ കീറ്റിലും അനേകം മന്ത്രവാദികൾ, സ്റ്റാൻഡേർഡുള്ള മന്ത്രവാദികൾ ഡോക്ടറേറ്റാ. അങ്ങനെയുള്ള മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമായി എഫെസോസ് പട്ടണം. ഇനി വേറെ ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ശക്തമായി കൊണ്ടിരിക്കുക. ഇതിന് നടുവിൽ വിശ്വാസി ആത്മാവിൽ ബലപ്പെട്ടോണം. കുടുംബാരാധന മുടങ്ങരുത്, കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. കുഞ്ഞുങ്ങളുമായിട്ട് മുഴങ്കാലിരുന്ന് പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ കർത്താവിലും ആമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. നമുക്ക് ആവശ്യം ആത്മശക്തിയാ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിര്. കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെന്റെ മേൽ തരണം. എല്ലാവരും പ്രാർത്ഥിര്. അന്ധകാര ശക്തികൾ പ്രബലപ്പെട്ടു വരികയാ. മന്ത്രവാദത്തിന്റെ പോരുകൾ വർദ്ധിച്ചു വരികയാ. ആപചാര ശക്തികൾ അവനെ പൊങ്ങി വരികയാ. ഇതിന് നടുവിൽ ആത്മശക്തിയില്ലാൽ ഒക്കത്തില്ല. എല്ലാവരും പ്രാർത്ഥിര്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിൽ. ഓ ദൈവത്തിന്റെ, കൈയടിച്ച് ചേർന്ന് പാട്. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും. ആമേ ദൈവത്തിന്റെ. ഓ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാം. ഓ മായയായ ലോകത്തിൽ ഞാൻ എന്റെ ചങ്ങനാമേശുവിൽ ഞാൻ ആശ്രയിച്ച്, എന്റെ ചങ്ങനാമേശുവിൽ ഞാൻ കൊണ്ടാനന്ദി. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ കല്ലു പോലുള്ള എല്ലാ ഉള്ളങ്ങളെ, ഓ ഉള്ളങ്ങളെ അവൻ ഇന്നു മെഴുകു പോൽ ഉരുക്കണമേ. ഓ ഇന്നു മെഴുകു പോൽ ഉരുക്കണമേ. ആത്മജനങ്ങളെ ഒരു കീടും അവൻ ആത്മനീലങ്ങളെ ഒരു കീടുവാൻ. അവൻ സ്വർഗ
സിയോനിലെ വിത്തു വിതപ്പാൻ ആമേ സ്വർഗ സിയോനിലെ വിത്തു വിതപ്പാൻ ആമേ നല്ല വണ്ണമാതു ഫലം കൊടുപ്പാൻ ആ നല്ല വണ്ണമാതു ഫലം കൊടുപ്പാൻ ആത്മമാരി കൊണ്ടു നനയ്ക്കണമേ ആത്മമാരി കൊണ്ടു നനയ്ക്കണമേ കൊണ്ടാനന്ദിപ്പാൻ ആത്മസന്തോഷം ഉടപട പല പല വീരബല വൈഡബല പല പല വീരബല ഉടപട പട പല വിരിവിരി വികബല പടബല പല പല ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ആത്മമാരി ഉടപട പല പല വീരബല പട ഉടബല പടബല പല പല വൈഡല ഗടകല ഗദനക ദിബരബ ഇരബാരബല ദരയാരഗദ ജുടബ ദീപര പടബല വിരിവിരി വികബല പൗഡല പടബല അർത്ഥമാനാദരം ദലാരഗദനെ അടിമന പടിവിയാ റുഗദല വിരിവിരി വികമന ഊടവക്ഷസി ധൂമന പ്രബടബലപട അന്തല ഘടകം വാനമന ഘടക ദീവിരി വിരി വികമനബസ് ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാ. ഇന്ന് പകലും വൈകിട്ടും ഇവിടെ വന്ന് അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുവാനും മറ്റ് കുണീകരണത്തിൻ്റെ ഉപദേശങ്ങൾ പറയുവാനുമൊക്കെ ദൈവം കൃപ നൽകി. ക്ഷണിച്ച മോഹൻരാജിനും കുടുംബത്തിനും അതിന് സമയം അനുവദിച്ച ബഹുമാന്യ കർത്തദാസനും സഭയ്ക്കും എല്ലാ മാന്യ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി ചൊല്ലുന്നു. ഞങ്ങളിപ്പോൾ കടന്നു പോവുകയാണ്. പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം അനുവദിച്ചാൽ നമുക്ക് കാണാം. അതല്ല കർത്താവിൻ്റെ ഹിതം അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാവരും എടുക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെട്ടോണം. എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോണം. എല്ലാവരും അഭിഷേകം പ്രാപിച്ചോണം. എല്ലാവരും തിരുമേശി എടുക്കണം. എല്ലാവരും വേർപാട് പാടിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഈ പ്രാർത്ഥനയൊക്കെ കൂടി കൈയടിച്ചാൽ നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ കാണണം. ദൈവം അതിനെല്ലാവർക്കും കൃപ നൽകട്ടെ.